ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്കമാലി സുവിശേഷ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും മറ്റന്നാളുമായി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹം നടക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സംഭവ ബഹുലമായ ഒരു പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ പകലിൻ്റെ പ്രഭാതം കണ്ട അനേകർ ഈ സന്ധ്യായാമം കാണാതെ മരണം വഴിയായി ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ ദൈവമേ, ഞങ്ങളായിരുന്ന എല്ലാ സ്ഥാനങ്ങളിലും ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയതിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ കർത്താവേ, അങ്ങയുടെ വചനം പഠിക്കുവാനായി അങ്ങയുടെ പാദപീഠത്തിങ്കിൽ കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, മനോഹരങ്ങളായ ഗാനങ്ങൾ പാടി അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരീ സഹോദരന്മാരെ അതിനായി അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, എല്ലാവരെയും തക്ക സമയത്ത് അവിടുന്ന് കൂട്ടി വരുത്തണമേ. ഞങ്ങൾക്കാവശ്യമായ സ്വർഗീയമായ സന്ദേശം അങ്ങയുടെ ദാസനിലൂടെ സമൃദ്ധമായി ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലിരിക്കട്ടെ. അങ്ങയുടെ നാമം ഏഴുകളിൽ കൂടി മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. സ്വന്തം ഹല്ലേലൂയാ, എന്നോടെ വാദ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു കണ്ടാലും സർവം പുതിയതാ. പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. സ്വന്തം ഹല്ലേലൂയാ, ഈ സ്നേഹബന്ധം നിൽക്കും സദാ. മരണത്തോളം സ്നേഹിച്ചു നിത്യതയോളം സ്നേഹിക്കും കവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്. ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്. കവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്. ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്. എൻ മനമേ നീ പറയൂ, ജീവൻ ജീവനിത്
പ്രാർത്ഥന കേൾക്കും, അനുഗ്രഹമരുളും മാനങ്ങളാരുടേത്. കാൽവറി മലയിൽ നിന്നും ഒഴുകി വരും രുധിരത്തിൻ രോദനമാരുടേത്. പ്രാർത്ഥന കേൾക്കും, അനുഗ്രഹമരുളും ദാനങ്ങളാരുടേത്. കാൽവറി മലയിൽ നിന്നും ഒഴുകി വരും രുധിരത്തിൻ രോദനം ആരുടേത്. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്. കുരിശിന്റെ പാതയിൽ ലോകമേതും യോഗ്യം അല്ലെനിക്കതാ. ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ. ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. നാഥനോ മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. നാഥനോ മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താലും ജീവിക്കും എന്ന് പറഞ്ഞ പ്രകാരം നാം ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾപ്പാനായിട്ട് പോകുന്നു. ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നു. നമ്മോട് അറിയിക്കേണ്ട കാര്യം പ്രിയ കർത്തദാസനെ ദൈവം ഏൽപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവിടെ സംസാരിക്കുന്ന വചനം അത് എന്നോടാണ് എന്ന് ചിന്തിക്കുവാനും നമ്മെ തന്നെ ക്രമീകരിപ്പാനും ദൈവം സഹായിക്കട്ടെ. 1 മണിക്കൂർ സമയം പ്രിയ കർത്തദാസൻ വചനം നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ ആരംഭമായിട്ട് ജോൺ സോവരൻ വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഞങ്ങളെ കരുതി സൂക്ഷിച്ചു, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. വിശേഷാൽ ഞങ്ങൾ കേട്ടതുപോലെ അങ്കമാലിയിലുള്ളതായ സുവിശേഷ കൂട്ടായ്മയുടെ ചുമതലയിൽ ക്രമീകരിച്ചിരിക്കുന്നതായ പ്രത്യേകമായിട്ടുള്ള ബൈബിൾ ക്ലാസ്സുകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പ്രാരംഭ ദിനത്തിലേക്ക്, പ്രാരംഭ രാത്രിയിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തി എന്നുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 3 ദിവസങ്ങളിലും ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് കർത്താവിൻ്റെ വിലയേറിയ ദാസനെ ഞങ്ങളുടെ മധ്യേ കൊണ്ടുവന്നല്ലോ. ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ കൂട്ടായ്മയുള്ള ബന്ധത്തിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ ഇവിടെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്കമാലിയിലും അതിനോട് ചേർന്നുള്ള സഭകളിലെ സഹോദരന്മാർ ചേർന്ന്, സുവിശേഷകന്മാർ ചേർന്ന് നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ ദേശത്ത് ധാരാളമായിട്ട് വ്യത്യസ്ത നിലയിൽ സുവിശേഷം കേൾപ്പിക്കുവാൻ
പ്രിയപ്പെട്ടവർക്ക് ഒരുക്കുന്ന സാഹുവാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം സിക്കുന്നുവെങ്കിൽ ക്രമീകരിച്ചിരിക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ അങ്കമാലി കിഴക്ക് സഭയിൽ ഈ നിലയിലുള്ളതായ ഈ ബൈബിൾ ക്ലാസ് ക്രമീകരിപ്പാൻ പ്രസാദം തോന്നിയല്ലോ, നന്ദിയോടെ സ്തോത്രം. അതിനോട് അനുബന്ധമായി തന്നെ ഈ മാസത്തെ മാസവേലയും മാസയോഗവും ഈ സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ ഇന്നും നാളെയുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഇന്ന് ധാരാളം സഹോദരന്മാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുവാനും ഈ പ്രദേശത്ത് വ്യത്യസ്ത നിലയിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാനും ഇടയായിത്തീർന്നു. നന്ദിയോടെ സ്തോത്രം. അനേക ഭവനങ്ങളിൽ കയറുവാൻ, അനേകർ ആ നിലയിൽ സുവിശേഷം കേൾക്കുവാൻ, ചിലരൊക്കെ തീരുമാനമെടുപ്പാൻ ഇടയായി. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പരസ്യയോഗത്തിൽ കൂടിയും ഈ ദേശത്ത് ദൈവത്തിൻ്റെ വചനം പരസ്യമായിട്ട് അറിയിപ്പാൻ ദൈവം ഇടയാക്കി. നന്ദിയോടെ സ്തോത്രം. നാളെ നടക്കേണ്ട മാസയോഗത്തിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനവും മഹത്വവും തിരുമേനിയെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹനീയ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അങ്കമാലിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കർത്താവിൻ്റെ ദാസന്മാർ ഒരുമിച്ച് സംഘടിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ വിശേഷാൽ യോഗങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാസയോഗം, മാസവേല തുടങ്ങിയുള്ള പേരുകളിൽ ഇവിടെ നടക്കുന്ന വിലയേറിയ ശുശ്രൂഷകളെ ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം അതിൻ്റെ സുതാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോട് ചേർന്ന് ത്രിദിന ബൈബിൾ ക്ലാസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഥമ ദിവസമായ ഇന്ന് ഈ വൈകുന്നേരത്ത് ഇത്രയും സഹോദരി സഹോദരന്മാർ ഇവിടെ സഭയിലുള്ളവരും പരിസരങ്ങളിൽ നിന്നുള്ളവരുമായി വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഈ വിലയേറിയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് മനോഹരമായ ഗാനങ്ങൾ പാടിയവർ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അത്യധ്വാനം ചെയ്യുന്നവർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം സഹായിക്കുകയും അവിടുത്തെ മഹത്വത്തിനായിട്ടും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായിട്ടും തുടർന്നും സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പും ഞാൻ ഇവിടെയുള്ള സഭയുടെ ക്ഷണം സ്വീകരിച്ച് ചില ശുശ്രൂഷകൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അങ്ങനെ സുപരിചിതരായ പലരെയും കാണുന്നു, മുഖപരിചയമില്ലാത്ത പലരെയും കാണുന്നു. എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസന്മാർ പലരും ഇവിടെ ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ ജെയിംസും തോമസ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഈ രാത്രി യോഗങ്ങളിൽ എന്ത് വിഷയം പറയണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം, അതായത് പ്രത്യേക നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു പ്രത്യേക വിഷയം ഇവിടെ 3 ദിവസങ്ങളിലായിട്ട് വിശ്വാസികൾ മാത്രം കൂടുന്ന യോഗമായതുകൊണ്ട് ഒരു വചന പഠനം പോലെ ഒരു വിഷയം പറയാമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ വിഷയമാണെങ്കിൽ കുറഞ്ഞത് ഒരു 6-7 ക്ലാസ്സുകളിലെങ്കിലും പറയേണ്ടതായ ഒരു വിഷയമാണ്. അതിനെ ഞാൻ ചുരുക്കി 3 ക്ലാസ്സുകളിലായിട്ട് പറയണം. പറഞ്ഞു തുടങ്ങുന്നത് മുതൽ 1 മണിക്കൂറാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എവിടെ തുടങ്ങണം, എവിടെ പറയണമെന്നറിയാതെ ഒരു ആകുല മനസ്സിൽ നിൽക്കുകയാണ്. എന്നാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള വിഷയം വിശദീകരിക്കാതെ പറയുമ്പോൾ തന്നെ ഉൾക്കൊള്ളുവാനുള്ള ആത്മീയ പരിജ്ഞാനമുള്ള സഹോദരി സഹോദരന്മാരാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നുള്ളത് ഒരു ആശ്വാസവുമാണ്. വിഷയമെന്ന് പറയുന്നത് വിശ്വാസിയും ദൈവഹിതവും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിഷയം ഇവിടെ പറയുക എന്നത് ദൈവഹിതം തന്നെ എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ചിലരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ കടിച്ചാൽ പൊട്ടാത്ത എന്തോ വലിയ ദുർഗ്രാഹ്യമായ വിഷയം അദ്ദേഹം ഇവിടെ പറയാൻ പോകുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. പ്രൗഢമായ ഒരു പ്രഭാഷണമല്ല, മറിച്ച് ശാന്തമായിരുന്ന് വേദപുസ്തകത്തിനകത്തുള്ള വാക്യങ്ങളൊന്ന് പരിശോധിച്ച് ആ വിഷയം സംബന്ധിച്ച് ഒരു വ്യക്തത
നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരുന്നതിന് ഈ 3 ദിവസങ്ങളിലായിട്ട് രാത്രി തോറും നമ്മൾ കേൾക്കുന്ന വചനം മുഖാന്തിരമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ആ പാദപത്മങ്ങളിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഹിതം അറിയുക എന്നത് വിഷമകരമായ ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ ഹിതം മനുഷ്യന് ഒരു പരിധിവരെ അറിയാം. പ്രത്യേകിച്ച് ഈ സൈക്കാട്രിസ്റ്റ് സംബന്ധമായി അറിവുള്ള ആളുകൾക്ക് ഒരാളിൻ്റെ ഉള്ളിലെ ഇംഗിതമൊക്കെ മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരാം. ആധുനിക വൈദ്യശാസ്ത്രത്തിനും ഒരാളിൻ്റെ ഉള്ളിലെ ആഴങ്ങൾ അറിയാൻ ഒരു പരിധിവരെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വളർച്ചയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കാം, ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ ഹിതമല്ല അറിയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ ഹിതമാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഹിതമാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം 1300 ഗ്രാം തൂക്കമുള്ള ഈ കൊച്ചു തലച്ചോറുള്ള മനുഷ്യന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? അതുകൊണ്ട് അതിൻ്റെ ആഴവും വ്യാപ്തിയും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. അത് വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ഒരു വിഷയം അതിൻ്റെ ക്ലാരിറ്റിയിൽ പറയുവാൻ ഒരുപാട് പരിമിതികളുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ആലോചനകൾ തന്നെ നമുക്ക് കേൾക്കാം. നമുക്ക് ചേർന്ന് ഈ ആശയം വരുന്നൊരു പാട്ടിൻ്റെ ഈരടികൾ പാടി തുടങ്ങാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. 1 യോഹന്നാൻ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായം 17-ാമത്തെ വചനം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ആ എന്നേക്കും എന്നുള്ളത് എന്നേക്കും ഇരിക്കും. കാലാതീതനായ ദൈവത്തോടൊപ്പം കാലത്തെ അതിജീവിച്ചുകൊണ്ട് യുഗങ്ങളോളം ദൈവത്തോടൊപ്പം വസിക്കും ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ. ഭൂമിയിലുള്ളതും ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നതോടൊപ്പം ദൈവ ഇഷ്ടം ചെയ്യാത്തവർ ഒഴിഞ്ഞു പോകുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്ന ഒരു ദൈവവേദലിനെ ഓർക്കുമ്പോൾ, അവൻ്റെ ഭാസുരമായ ഭാവിയെ ഓർക്കുമ്പോൾ എത്രയോ സ്തോത്രം ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ദൈവഹിതം എന്നുള്ള വാക്കോട് ചേർത്ത് സമാനമായ ചില വാക്കുകൾ നമുക്കറിയാം. ദൈവത്തിൻ്റെ നടത്തിപ്പ്, ദൈവ ആലോചന, ദൈവ ഇഷ്ടം തുടങ്ങി പര്യായ പദങ്ങളായിട്ട് പല വാക്കുകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് ആ വ്യക്തികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഞാൻ വാക്കുകൾ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് രക്ഷിക്കപ്പെടാത്തവരോടുള്ള ഒരാലോചനയല്ല. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി പൂർണ്ണമായും ചോദ്യം ചെയ്യാതെ ദൈവ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുള്ളത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അല്ലാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് ദൈവം ഉത്തരവാദിയല്ല. നമുക്കറിയാം, യാത്ര ചെയ്യുമ്പോഴേ ചില സ്ഥലങ്ങളിൽ ഈ സിഗ്നലുകളുണ്ടല്ലോ. എത്ര നിറത്തിലുള്ള സിഗ്നലുകളാണ്? 3 നിറം അല്ലയോ? പച്ച, പിന്നെ ചുമപ്പ്, പിന്നെ മഞ്ഞ. ഇത് 3ഉം നമ്മുടെ യാത്രയ്ക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. ചിലർ വിചാരിക്കുന്നത് പച്ച മാത്രമെന്നാണ്. റെഡ് തെളിഞ്ഞ് നിൽക്കുമ്പോഴും അതിനവഗണിച്ചുകൊണ്ട് ഒരാൾ മുമ്പോട്ട് പോയാൽ ആ പോകുന്ന ആളിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തത്തിന് നിയമപാലകർ ഉത്തരവാദികളല്ല എന്നുള്ളതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ദൈവം അവിടെ എവിടെയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ അവഗണിച്ചുകൊണ്ട് ഒരാൾ ജീവിതയാത്ര തുടർന്നാൽ വഴിയിൽ വരുന്ന ദുരന്തങ്ങൾക്ക് ദൈവം ഉത്തരവാദിയല്ല. അത് ആ യാത്ര ചെയ്യുന്ന ആൾ തന്നെയാണ് അതിൻ്റെ എല്ലാ വിഷമങ്ങൾക്കും കാരണക്കാരിയായിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട ഒരു വിഷയവുമാണ്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നാം ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, ഓരോരുത്തൻ താൻ്റെ വഴിക്ക് പോയിരുന്നു, മുൻപ് ആയിരുന്നു. ഇത് തന്നെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഞാൻ വായിക്കണമെന്നുണ്ട്, വായിക്കാതെ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം അവസാനത്തെ വാക്യമാണ്. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം, താൻ തോന്നികളായി എന്ന് പറയാം.
ആർക്കും വിധേയപ്പെടാതെ, ആരുടെയും വാക്കുകൾക്ക് കീഴ്പ്പെടാതെ തന്നിഷ്ടം പൊനിഷ്ടം എന്ന് പറഞ്ഞ് നടക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലം. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചതിൻ്റെ അനന്തര ഫലമാണ് അടുത്ത പുസ്തകം. ന്യായാധിപന്മാർ കഴിഞ്ഞാൽ അടുത്ത പുസ്തകം എന്തുവാ? രൂത്തിൻ്റെ പുസ്തകം. രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കം അറിയാമല്ലോ. വലിയൊരു ക്ഷാമത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ബോധിച്ചതുപോലെ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ വലിയൊരു ദുരന്തമാണ് രൂത്തിൻ്റെ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടാതെ പോകുമ്പോൾ വരുന്ന വിഷമങ്ങൾ ചെറുതൊന്നുമല്ല, ചില്ലറയല്ല. അതുകൊണ്ട് നമുക്ക് ബോധവാന്മാരായി നമുക്കിത് മനസ്സിലാക്കാം. നമ്മുടെ കർത്താവാണ് ദൈവഹിതം പറഞ്ഞു തരുന്നതിനും ദൈവഹിതത്തിന് സമർപ്പിച്ച് ജീവിച്ചതിനും ഒന്നാമത്തെ വ്യക്തി. ഉദാത്തമായ മാതൃക കർത്താവ് തന്നെയാണ്. അവിടുന്ന് ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചു വന്നതാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പേ പറഞ്ഞിരിക്കുന്നത്. 40-ാം സങ്കീർത്തനം അതിൻ്റെ 6 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. 40-ാം സങ്കീർത്തനം അതിൻ്റെ 6 മുതലുള്ള വാക്യം. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കാര്യം പറഞ്ഞു വരുമ്പോൾ അവിടെ പറയുന്നത് മനസ്സിലായോ? എന്തിനാ കർത്താവ് ഭൂമിയിലേക്ക് ഉദയം ചെയ്ത് വരുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. ആ വാക്യത്തിൽ വ്യക്തമാണല്ലോ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട് വരുന്നു, തൃപ്തിയോടെ വരുന്നു. ആരെ ഞാൻ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും? ആ ശബ്ദം സ്വർഗത്തിൽ ധ്വനിച്ചപ്പോൾ ശിരസ വഹിച്ചുകൊണ്ട് ആ ശബ്ദം നെഞ്ചിലേറ്റിക്കൊണ്ട് ആ വലിയ ദൗത്യവുമായിട്ട് സന്തോഷത്തോടെ ഭൂമിയിലേക്ക് ആകാശത്തട്ടുകൾ ചായ്ച്ച് ഇറങ്ങി വന്നു നമ്മുടെ കർത്താവ്. അങ്ങനെ ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം, അവൻ ഏത് ഭാവത്തോടുകൂടി വന്നു? നീ എനിക്ക് ചെവികളെ തുളച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ പ്രയോഗം, ആ ആശയം അല്ലെങ്കിൽ ആ വിഷയം ഇവിടെ ചേർത്ത് കർത്താവിൻ്റെ വരവിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? വളരെയേറെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഭൂമിയിലേക്ക് അവിടെ നിന്ന് വന്നത് നമുക്കറിയാം, ചെവി തുളയ്ക്കപ്പെട്ട ഒരു അടിമയെപ്പോലെ. ചെവി തുളയ്ക്കപ്പെട്ട അടിമയെക്കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലും മറ്റുമൊക്കെ വായിപ്പാൻ കഴിയും. 7 വർഷം ഒരു യഹൂദ യജമാനൻ്റെ വീട്ടിൽ സേവ ചെയ്ത് കഴിഞ്ഞാൽ സ്വതന്ത്ര വർഷമായ 7-ാം വർഷം അടിമയ്ക്ക് വീട്ടിലേക്ക് പോകാം, വെറുതെ പോകാം. അപ്പോഴും അവൻ പോകുന്നില്ല, വീണ്ടും യജമാനനെ സേവിക്കുന്നു. യജമാനൻ്റെ അടുക്കൽ എനിക്ക് സുഖമുണ്ട്, യജമാനൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഈ അടിമ പറഞ്ഞാൽ ആ അടിമയെ യജമാനൻ്റെ വീട്ടിൻ്റെ വാതിൽ കട്ടളയ്ക്കലോട് ചേർത്ത് നിർത്തി ചെവിയിൽ ഒരു സൂചി കൊണ്ട് തുളയിടണമെന്നറിയാം, പറയുന്നത് അറിയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്നേക്കും ഈ അടിമ ഈ ദാസന് വേണ്ടി ജീവിപ്പാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വിവരിക്കുന്നില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് ഒരു ദാസനെ പോലെ, ചെവി തുളയ്ക്കപ്പെട്ട ഒരു അടിമയെപ്പോലെ ഇതാ ഇറങ്ങി വരികയാണ് നമ്മുടെ കർത്താവ്. നോക്കിക്കേ, എന്തൊരു സമർപ്പണമാണ്! അങ്ങനെ സമർപ്പിക്കപ്പെട്ടവനായി പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിവർത്തിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തവുമായി ഇതാ ക്രിസ്തു യേശു ലോകത്തിലേക്ക് വന്നു. അങ്ങനെ വന്ന ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത്? ചില വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്തത് നോക്കിക്കേ. പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തത്, നിന്റെ ഇഷ്ടം നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അത് കഴിഞ്ഞ് ശുശ്രൂഷയിൽ വ്യാപൃതനായി തുടരുമ്പോൾ യോഹന്നാൻ 4:34 നമ്മൾ വായിക്കുന്നു, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം എന്ന് പറയുക. ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കാത്തത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് 6:38 യോഹന്നാൻ 6:38 നോക്കിക്കേ. മത്തായി 6:10, യോഹന്നാൻ 4:34, യോഹന്നാൻ 6:38 വാക്യം. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഭൂമിയിലായിരുന്നപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് വ്യക്തമാക്കുക. ഇഷ്ടം അനുസരിപ്പാൻ ഭൂമിയിലേക്ക് വന്നു. പലവട്ടം അത് കർത്താവ് പുതുക്കി പറയുക. ഒടുവിൽ ഗെത്സമനയിൽ വെച്ച് കർത്താവ് പറഞ്ഞ വാക്കറിയാമല്ലോ. പിതാവേ,
ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും, ആ എങ്കിലും എന്ന വാക്കിന് വളരെ അർത്ഥവ്യാപ്തിയുണ്ട്. എനിക്കാഗ്രഹം അടുത്തനുഭവിക്കാൻ പോകുന്ന അതിഭീകരമായ ആ കുരിശുമരണം ഇല്ലാതെ ഞാൻ രക്ഷപ്പെട്ടെങ്കിലെന്ന് മാനുഷിക ഭാഗത്തു നിന്ന് കർത്താവ് പറയുക. എന്നിട്ടും പറയുകയാണ്, എങ്കിലും പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അവിടെ ആരുടെ ഇഷ്ടമാണ് പിന്നീട് നടന്നത്? ആരുടെ ഇഷ്ടം നടന്നത്? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നു. ആ ഇഷ്ടം എന്തായിരുന്നു? യെശയ്യാ 53 പറയുന്നു, അവനെ തകർത്ത് കളയുക. ഇത് പറയുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് രോമാഞ്ചം കൊള്ളുക. ആ പുത്രനെ എന്താ പറയുക, നന്നാക്കുക അല്ല, അല്ലെങ്കിൽ പുത്രനെ മരണപ്പെടാതെ വേദനപ്പെടാതെ അതിൽ നിന്നും വിടുവിക്കുകയല്ല. പിതാവിന് പുത്രനെക്കുറിച്ചുള്ള ഇഷ്ടം അവനെ തകർക്കുക എന്നതാണ്. എല്ലാ അർത്ഥത്തിലും തകർക്കുകയായിരുന്നു. ആ തകർക്കപ്പെടലിന് വേണ്ടി തന്നെത്താൻ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇന്ന് രാത്രികാലം നമ്മിൽ ചിലരെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടവും ഇതുപോലെയായിരിക്കാം. അല്ലയോ എന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ ചിലരെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെയാണ്. അവൻ എന്നെ തകർക്കാൻ, എന്നെ ഒന്ന് നന്നാക്കാൻ, എന്നെ ഉടച്ചു വാർക്കുവാൻ, മരിക്കിയെടുക്കുവാൻ, എന്തൊക്കെയോ പ്രത്യേകമായ ലക്ഷ്യങ്ങളോടുകൂടെ തകർക്കുന്നതും ഉടയ്ക്കുന്നതും മരിക്കിയെടുക്കാനായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് അത്ര സുഖകരമല്ല. നൊമ്പരമുണ്ടാകും, വേദനയുണ്ടാകും, നഷ്ടമുണ്ടാകും, കഷ്ടമുണ്ടാകും, പരിഭ്രമമുണ്ടാകും, തകർന്നുപോയി എന്ന് പേടിച്ചു പോകും. അങ്ങനെയുള്ള ചൂടേറിയ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നതിനാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ പരിജ്ഞാനമുള്ള ഒരു ദൈവപൈതലിന് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടും ജീവിത അനുഭവങ്ങൾ കൊണ്ടും ദൈവം എന്നെ ഈ ദിവസങ്ങളിൽ അങ്ങനെ നടത്തുന്നു എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇരുകരവും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ആമേ കർത്താവേ ആമേൻ എന്ന് പറയുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ സമർപ്പിതനായി കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ആ വിഷയത്തിൽ വ്യക്തമാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനത് വിവരിക്കുന്നില്ല. പിന്നെ ഈ ദൈവഹിതം നമ്മൾ അറിയണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം 3 വാക്യങ്ങൾ ആ ബന്ധത്തിൽ ഒരു ചങ്ങല പോലെ കോർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ 22:14 വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 14 വാക്യം നോക്കിക്കേ. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിവാനും. അത് മതി, ആ ഒരു പോയിന്റ് കണ്ടോ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറയുക. അവൻ്റെ ഇഷ്ടം അറിയുവാൻ, അറിയുക. ഒന്ന്, ഒരു ദൈവപൈതൽ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക. ആ പ്രയോഗത്തിനാണ് ഞാൻ വേദപുസ്തകത്തിൽ അടിവരയിട്ടത്. അറിയുക, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക. 2, എബേസ്യ ലേഖനം 5:17 വാക്യം. എബേസ്യർക്ക് എഴുതിയ ലേഖനം 5:17 വാക്യം. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഈ ഗ്രഹിക്കണം. ഒന്ന് അറിയണം, 2 ഗ്രഹിക്കണം. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുവല്ലോ, ഞാൻ കേട്ടുവെങ്കിലും എന്ത് ചെയ്തില്ല, ഗ്രഹിച്ച് പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ കഴിയാറില്ല. നമ്മൾ എത്ര മണിക്കൂർ ഇരുന്ന് ദൈവവചനം കേട്ടാലും കേൾക്കുന്ന വചനം ചിലപ്പോൾ ഗ്രഹിക്കണമെന്നില്ല. ദൈവഹിതം അറിയണം, ശ്രദ്ധിക്കുക, അടുത്ത് ഗ്രഹിക്കണം. 3-ാമത്തെ ഒരു പ്രയോഗം നോക്കിക്കോ. റോമാലേഖനം 12:2. റോമർ 12:2. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക. സ്തോത്രം. അപ്പം 3 പ്രയോഗങ്ങൾ കണ്ടോ. ദൈവഹിതം അറിയണം, 2 ദൈവഹിതം ഗ്രഹിക്കണം, 3 ദൈവഹിതം എന്താ. അതിന് ഫിലിപ്പിയ ലേഖനത്തിലൊരു പ്രയോഗമുണ്ട്, ഭേദങ്ങളെ വിവേചിച്ചറിയുക. മനസ്സിലായോ? ഇങ്ങനെ ചെകഞ്ഞ് അതിനെയും പിന്നെയും ചെകഞ്ഞ് ഈ മുത്ത് കണ്ടെടുക്കുന്നത് പോലെ തിരിച്ചറിയുക. എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, എൻ്റെ സഭാജീവിതത്തിൽ എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബജീവിതത്തിൽ എന്നെക്കുറിച്ചുള്ള, ഔദ്യോഗിക തലങ്ങളിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ ഈ തിരിച്ചറിവിന് നമുക്ക് ഭൗതിക ബുദ്ധി കൊണ്ട് പറ്റത്തില്ല. നോക്കിക്കേ, എബേസ്യർക്ക് എഴുതിയ ലേഖനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:10 വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 10 വാക്യം നോക്കിക്കേ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന്. ആ ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക. കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്, അടുത്ത് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു പറയണം. അപ്പോൾ അവൻ്റെ ഇഷ്ടം അറിഞ്ഞാൽ പോരാ, ഇഷ്ടാനത്തിൻ്റെ ടോപ്പിലെത്തണമെന്നാണ്. ഇഷ്ടം അറിയുന്നതിൻ്റെ ഒരളവ് വരെ എത്തിയാൽ പോരാ. അവൻ്റെ ഇഷ്ടം അറിയണം, ഇഷ്ടം ഗ്രഹിക്കണം, ഇഷ്ടം തിരിച്ചറിയണം. അങ്ങനെ അതിൻ്റെ മാക്സിമം മനസ്സിലാക്കാൻ
അവിടെ ചില വ്യവസ്ഥകളുണ്ട്. ഒന്ന്, കർത്താവിന് യോഗ്യമാവണ്ണം അല്ലാത്ത ആൾക്ക് ദൈവ ഇഷ്ടം വെളിപ്പെടത്തില്ല. അത് നമ്മുടെ ക്ലാസ്സിൻ്റെ വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. വാസ്തവത്തിൽ സഹോദരന്മാരെ, ഒരുപക്ഷെ ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത് തന്നെ തികച്ചും ദൈവം നിയോഗമായിരിക്കാം എന്ന് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഈ നാളുകളിൽ ദൈവഹിതം അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ചില കുടുംബങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു ചാഞ്ചാട്ടം ഉണ്ടായിരിക്കാം. അതിലൊരു വ്യക്തത എന്ന വണ്ണമായിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെക്കൊണ്ട് ഈ വിഷയം പറയിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത് ജഡീകന്മാരായി ജീവിക്കുന്നവർക്ക് ദൈവഹിതം മനസ്സിലാകത്തില്ല. ബോധിച്ചതുപോലെ ജീവിക്കുന്നവർക്ക് ദൈവഹിതം വെളിപ്പെടുകയുമില്ല. അതുമാത്രമല്ല, കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ ഭൗതികമായ ജ്ഞാനമല്ല, ശ്രദ്ധിക്കുക, IT ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഇൻ്റർനെറ്റ് ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഭൗതികമായ ജനറൽ നോളേജ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്ത് ഭംഗിയായിട്ട് പരിശുദ്ധാത്മാ വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്! ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും, ആത്മീയമായ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനും അതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഗ്രഹിക്കാനും കഴിയൂ. ഈ ഒരൊറ്റ വാക്യം മതി. ഇനി ഈ ക്ലാസ് ഇവിടെ നിർത്തിയാൽ തന്നെ അത് പൂർണ്ണമാണ്. ഒരു ദൈവ പൈതലിന് ദൈവഹിതം അറിയാനുള്ള അടിസ്ഥാന പ്രമാണങ്ങളായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ 2ാം ഭാഗത്തേക്ക് വരികയാണ്. ഒരു മുഖവരകണ്ണം ഇത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചതാണ്. ദൈവഹിതത്തിൻ്റെ പ്രത്യേകത നമ്മളിങ്ങനെ പടിപടിയായിട്ട് ചിന്തിച്ചു പോകാം. ദൈവഹിതത്തിൻ്റെ പ്രത്യേകത 1, യെശയ്യാവിൻ്റെ പ്രവചനം 55-ാം അധ്യായം 9-ാമത്തെ വാക്യം. യെശയ്യാവ് 55-ന്റെ 9-ാമത്തെ വാക്യം. ദൈവ ഇഷ്ടത്തിൻ്റെ ഹിതത്തിൻ്റെ പ്രത്യേകത നോക്കാം. യെശയ്യാവ് 55-ന്റെ 8-9 വാക്യം. നിന്റെ കാവൽക്കാരുടെ 55-ന്റെ 8-9 വാക്യം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു ചെറിയ ബുദ്ധിയുള്ള എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇവിടെ ഈ എൻ്റെ വിചാരങ്ങളെന്ന് നമ്മൾ വായിച്ചല്ലോ. അത് ഞാൻ POC ബൈബിളിൽ നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ചിന്തകളെന്നാണ്. ദൈവം ചിന്തിക്കുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നതല്ല. അത് എൻ്റെ ബുദ്ധിക്കപ്പുറമാണ്. ആകാശം പോലെ അനന്തമാണ്, ആഴിയെപ്പോലെ അഗാധമാണ്, കിഴക്ക് പടിഞ്ഞാറ് പോലെ അത് വ്യാപ്തമാണ്. അങ്ങനെയുള്ളത് ഒന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക? അപ്പോൾ ദൈവഹിതത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. മാനുഷിക ബുദ്ധി കൊണ്ട് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അത് അഗാധമായ ഒന്ന് തന്നെയാണ്. ചേർത്ത് വായിക്കാൻ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടരാം. ഇയ്യോബ് 11-ന്റെ 7-8 വാക്യം നോക്കിക്കേ. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന വളരെ മനോഹരമായ ഈ ആശയം നമുക്ക് ഉറപ്പിച്ചു തരുന്ന പ്രയോഗങ്ങളാണ്. ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? കണ്ടോ, ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്. അതെ, ഇവിടെ ആ ദൈവത്തിന്റെ അഗാധത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദുരൂഹ രഹസ്യങ്ങൾ. ചിലപ്പോൾ പറയില്ലേ, ആ വിഷയത്തിലൊരു ദുരൂഹതയുണ്ട്. ആ ദുരൂഹത വന്നാൽ പിന്നെ ദുരൂഹത അറിയാൻ പിന്നെ വളരെ സസൂക്ഷ്മമായ അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ വേണ്ടി വരും ദുരൂഹതകൾ അറിയാൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ദുരൂഹതകൾ. അത് എനിക്കറിയാൻ പറ്റുമോ? നിനക്ക് ഗ്രഹിക്കാമോ? പിന്നെ നീ എന്താ പറയുക? ദൈവത്തിൻ്റെ അഗാധത്വം, അവിടുത്തെ വികാര ചിന്തകൾ, വിചാരങ്ങൾ, നമ്മെക്കുറിച്ചുള്ള ആലോചനകൾ വളരെ പ്രയാസമാണ് സഹോദരന്മാരെ. വാസ്തവത്തിൽ ഇത് ചിന്തിക്കുമ്പോൾ നമ്മളങ്ങ് മുട്ടുമടക്കി പോകുന്നു, വാക്ക് മുട്ടിപ്പോകുന്നു. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ആർക്ക് വെളിപ്പെടും, ആർക്ക് വെളിപ്പെടില്ല? 92-ാം സങ്കീർത്തനം എടുത്ത് നേരത്തെ നമ്മൾ അല്പം ആശയം പറഞ്ഞതുകൊണ്ട് വിവരിക്കുന്നില്ല. 92-ാം സങ്കീർത്തനം 5-6 വാക്യം വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. അത്യന്തം അഗാധമായവ തന്നെ. അത്
മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല. മൃഗപ്രായനായ മനുഷ്യന് അത് അറിയുന്നില്ല. അടുത്ത് മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. അവന് ഗ്രഹിക്കാൻ പറ്റത്തുമില്ല. മൃഗപ്രായനായവൻ. ആ മൃഗപ്രായനായവൻ എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ജഡീകനായ മനുഷ്യൻ അതറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു ആത്മീകനായ ദൈവ പൈതലിന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. 1 കൊരിന്ത്യർ 2:15 വാക്യം അറിയാമല്ലോ. ആത്മീകനോ സകലവും എന്ത് ചെയ്യുന്നു? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എളുപ്പവഴി ആത്മീകരായിരിക്കുക. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുള്ളവരായി ജീവിച്ചാൽ നമുക്കറിയാമല്ലോ, തൻ്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്താതെ അവൻ ഒരു രഹസ്യവും ചെയ്യത്തില്ല. അപ്പം നമ്മളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ കുടുംബമായി ദൈവസന്നിധിയിൽ നമ്മൾ ഒന്ന് ക്രമപ്പെടാമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമപ്പെടുത്തിയാൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ ഹിതം അറിയാൻ വളരെ എളുപ്പമാണ്. വഴിയറിയാതെ കാലിടറേണ്ട ആവശ്യമില്ല, വഴി മുട്ടിപ്പോകേണ്ട കാര്യമില്ല. ദൈവം അതിന് അപ്പോഴപ്പോൾ വേണ്ടുന്ന വെളിച്ചം നൽകി നമ്മെ നടത്തും എന്നതിനൊരു സന്ദേഹവുമില്ല. അടുത്ത രാത്രികളിൽ അത് മനസ്സിലാകും എന്ന് ഞാൻ കരുതുകയാണ്. ആ ക്ലാസ്സുകൾക്കുള്ള ഒരു ഒരുക്കവും ഒരു മുഖവരയുമായിട്ട് ക്ലാസ്സിന് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, ആത്മീയർക്ക് ദൈവം അത് വെളിപ്പെടുത്തുക തന്നെ. അപ്പോൾ ദൈവഹിതത്തിൻ്റെ ഒരു പ്രത്യേകത അത് മാനുഷികമായ ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ളതാണ്. എന്നാൽ അത് ആത്മീയർക്ക് ദൈവം എളുപ്പത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത റോമർ 12:2 തന്നെ നമുക്ക് ചേർന്നങ്ങ് പറയാം. അത് എല്ലാവർക്കും മനഃപ്പാഠമായ ഒരു വാക്യമാണല്ലോ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക. അപ്പോൾ ദൈവഹിതത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ആ വാക്യം. എന്താ ദൈവഹിതത്തിൻ്റെ പ്രത്യേകത? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളത്. ആ 3 പദങ്ങളും തന്നെ പറഞ്ഞാൽ നമ്മുടെ സമയം ഈ ക്ലാസ് കൊണ്ടങ്ങ് തീരും. അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവഹിതം നമുക്ക് തിന്മയായി ഭവിക്കത്തില്ല. ദൈവഹിതം നമുക്ക് എന്തായിട്ട് തീരത്തുള്ളൂ? നന്മയും അവിടെ കൊണ്ട് തീരുന്നില്ല. അതിനെങ്ങനെ തുടരുക? ദൈവഹിതം നമുക്ക് നന്മയും. എങ്ങനെയാണ് ദൈവഹിതം ചിലത് നമുക്ക് നന്മയായി തീരുന്നത്? ചിലപ്പോൾ നമ്മൾ വിഷമങ്ങളിലൂടെ കൂരിരുളിലൂടെ നടന്നു പോകുന്നതും ദൈവഹിതമല്ലേ? ആ കൂരിരുളിൻ്റെ അനുഭവം എങ്ങനെയാണ് നമുക്ക് നന്മയാകുന്നത്? അത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് കൂരിരുളും എന്തായി തീർക്കുന്നവനായ ദൈവം, നന്മയാക്കി തീർക്കുന്നവനായ ദൈവമാണ്. നന്മയായി അത് നമുക്ക് ഭവിക്കുവാൻ ദൈവം പ്രവർത്തിക്കുമെന്നേ. ഉദാഹരണം, ലാസർ അസുഖം പിടിച്ച് കിടക്കുക. ഒരാൾക്ക് അസുഖം വരുന്നത് എന്തൊരു നന്മയാണ്. നമുക്കറിയാം, ലാസറിൻ്റെ അസുഖം അവന് നന്മയായി. ലാസർ മരിച്ചത് ആ കുടുംബത്തിന് നന്മയായി. ലാസർ മരിച്ച വിവരം, ദീനമായി കിടക്കുന്ന വിവരം അറിഞ്ഞിട്ടും വളരെ വൈകി യേശു അവിടെ എത്തിയതിനും അത് നന്മയായിരുന്നു. അതെല്ലാം അപ്പോഴപ്പോൾ അറിയാൻ അവർക്ക് കഴിയത്തില്ല. അപ്പോഴവർ അതിൽ അല്പം ശുണ്ഠിയുള്ളവരായി തീർന്നു. അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മാനുഷികമായ ഒരു രോഷാകുല അനുഭവം അവർക്ക് അവിടെ ഉണ്ടായി. അത് ഗ്രഹിക്കാഞ്ഞിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ശാരീരിക വൈകല്യങ്ങൾ, ചിലരുടെ അകാലമായ മരണം തന്നെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ഭവനങ്ങളിലോ ജീവിതത്തിലോ ഒക്കെ വെളിപ്പെടുന്നതിനുണ്ടാകുന്ന കാലതാമസങ്ങൾ അപ്പോഴപ്പോൾ തത്സമയം നമുക്ക് മനസ്സിലാകത്തില്ല. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും, ഉറപ്പാണ്. യോസേഫിനെ വിറ്റ സമയത്ത് യോസേഫിന് സങ്കടമായിരുന്നു, അല്ലെങ്കിൽ അതൊരു പ്രതികൂല സാഹചര്യം തന്നെയാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോസേഫ് ഉൾപ്പെടെ ആ കുടുംബത്തിന് മൊത്തം മനസ്സിലായി അത് അവർക്ക് എന്തായി തീർന്നു? ഒരു നന്മയായി തീർന്നു, നന്മയ്ക്കായിട്ട് തീർത്തു. അതാണ് ദൈവം നമുക്ക് ഇരുളിൽ വെളിച്ചം ഉദിപ്പിക്കുന്ന ദൈവം, മരണത്തിൽ ജീവൻ നൽകുന്ന ദൈവം, കയ്പിനെ മധുരമാക്കുന്ന ദൈവം, രാത്രിയിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്ന വെള്ളി വെളിച്ചമായി നമ്മുടെ ഹൃദയത്തിൽ ഏത് പ്രയാസങ്ങളിലും വരുന്ന ദൈവം അത് നമുക്ക് നന്മയാക്കി തീർക്കും. നന്മയും പ്രസാദവും ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദകരമായിരിക്കും. പൂർണ്ണതയും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ വ്യക്തതയുള്ളതാണ്. പൂർണ്ണതയെന്ന് പറഞ്ഞാൽ അപൂർണതയല്ല. എന്നെ വളരെ ഈ വിഷയമൊക്കെ ഇരുന്ന് ദൈവവചനത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന പോയിൻ്റാണത്. അതെടുത്ത് ഞാൻ പറയുന്നു. ദൈവഹിതം പൂർണ്ണതയുള്ളതാണ്. സംശയദൃഷ്ടിയോടെ ചെയ്യുന്നത് ദൈവഹിതമല്ല. ദൈവഹിതം ചെയ്യുന്ന വ്യക്തിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാകും. നന്മയും പ്രസാദവും. പിന്നെ അതിന് ഞാൻ പറയും 1-2 വാക്യങ്ങൾ അതിന് തെളിവായി തരാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നോക്കിക്കേ. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി. ഈ വാക്യം ഈ ലേഖനത്തിൽ പറയുമ്പോൾ ഒരു വലിയ ചരിത്രമുണ്ട്. പൗലോസിന്റെ അപ്പോസ്തലത്വം ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തത് എവിടെയാ?
എവിടെയാ? കൊരിന്തില. ആ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറയുകയാണ്, മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, മനുഷ്യൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവ ഇഷ്ടത്താൽ. എന്താ? അപ്പോൾ പൗലോസ് അപ്പോസ്തലനായത് എങ്ങനെയെന്ന് കൊരിന്ത്യർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായേക്കാം. പൗലോസിന് പൂർണ്ണ ബോധ്യമുണ്ട്, ഞാൻ അപ്പോസ്തലനായത് ദൈവ ഇഷ്ടത്താല. ചേർത്തുള്ള ചില വാക്യങ്ങളോട് നോക്കിക്കേ. 2 കൊരിന്ത്യർ 1:1 അത് തന്നെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 1:1 അപ്പോസ്തലനായ. ഗലാത്യർ 1:1 ഗലാത്യറിൻ്റെ 1:1, കൊലോസ്യർ 1:1 ഏതെങ്കിലും ഒരു വാക്യം വായിച്ചാൽ മതി പറഞ്ഞതുകൊണ്ട്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ. 2 കൊരിന്ത്യർ 1:1 മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസ്. ഞാനിവിടെ ദൈവദാസന്മാർ ഇവിടെ വേലയിലായിരിക്കുന്നവരുണ്ടല്ലോ, ഒരു കൂട്ട സഹോദരൻ എന്ന നിലയിൽ ഓർപ്പിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് ബോധ്യമുണ്ടെങ്കിലേ ചെയ്യാവൂ. അത് ബോധ്യം ഒരു വിധപ്പെട്ട ബോധ്യമല്ല. പിന്നെ എങ്ങനെയുള്ള ബോധ്യമോ? പൂർണ്ണ ബോധ്യം. ആരൊക്കെ എന്തോ പറഞ്ഞോട്ടെ, ആര് വിമർശിച്ചോട്ടെ, വിമർശനത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനുണ്ട്, അത് വേറൊരു വക, ഞാൻ തള്ളിക്കളയുന്നില്ല. എന്നാലും ചെയ്യുന്ന എന്നെ കർത്താവ് ഇന്ന വേലയ്ക്കായി വേർതിരിച്ചു, എനിക്കത് ബോധ്യം ഉണ്ടായാൽ എനിക്ക് തന്നെ പലരുടെയും കാര്യം കണ്ട അവർക്ക് തന്നെ ഒരു സംശയമാണ്, ഞാനതാണോ, എന്നെ അതിന് ചെയ്തിട്ടുണ്ടോ, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ, എനിക്കത് പറ്റത്തില്ല, എനിക്കതിന് കഴിയുന്നില്ല, എനിക്ക് പ്രാഗൽഭ്യമില്ല. ഇതൊന്നും ഞാൻ ഇവിടെ വിമർശിക്കാനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇല്ലാത്തവർ ചെയ്യണ്ട. പക്ഷെ ചെയ്യുന്നവരെ കുറിച്ച് ഞാൻ പറയുന്നത്, അതിൽ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യത്തിന്മേലാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. ഒരുപാട് പൗലോസിനെ പരിഹസിച്ചു, ചോദ്യം ചെയ്തു, വിമർശിച്ചു. പക്ഷേ അദ്ദേഹം അവരുടെ മുമ്പിൽ പറയുക, ഞാൻ ദൈവ ഇഷ്ടത്താൽ അപ്പോസ്തലനായതാണ്, ഞാൻ ആരെയും കാലുവാരിയിട്ട് ചെയ്തതല്ല, മറ്റ് കുതന്ത്രങ്ങൾ വഴിയല്ല, നേരായി ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയാണ്. ആട്ടെ, ഞാൻ മടങ്ങി വരുന്നു. ദൈവഗീതത്തിൻ്റെ 2ാമത്തെ പ്രത്യേകത നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാണ്. ദൈവഗീതത്തിൻ്റെ 3ാമത്തെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 3-ാമത്തെ വാക്യം. എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അത് ഞാൻ ഇങ്ങനെ പറയാം, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും നിർബന്ധിക്കത്തില്ല. ദൈവഹിതം നിർബന്ധിക്കാത്തതാണ്. ഇപ്പോൾ ദൈവത്തിന് നമ്മെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുവാൻ നമുക്കും താല്പര്യമില്ല എന്ന് വരികിൽ മനഃപൂർവ്വം നമ്മെ കൊണ്ട് നിർബന്ധിച്ച്, കേട്ടോ, അടിച്ചേൽപ്പിച്ച് നിർബന്ധ ബുദ്ധിയാൽ ചെയ്യിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ പറയുന്ന ആശയം എന്താണെന്നുള്ളത്. എനിക്ക് അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ താല്പര്യമില്ല. പക്ഷെ അങ്ങനെയുള്ള എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കണമെങ്കിൽ ദൈവത്തിന് ചെയ്യാം. പക്ഷെ അങ്ങനെ അല്ല ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തോടുകൂടെ ഞാൻ ചെയ്യണം. ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യണമെന്നാണല്ലോ എബേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ ചെയ്യണം? മനസ്സോടെ ചെയ്യണം. നിർബന്ധ ബുദ്ധിയാൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ദൈവം ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം അതാണെന്ന് വ്യക്തമാക്കുന്നു. അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ദൈവം അത് വിടുന്നു. സദാകാലത്തും വാദിച്ചു കൊണ്ടിരിക്കുന്നില്ല, നിർബന്ധത്താൽ ചെയ്യിക്കത്തില്ല. നിർബന്ധിത ദൈവഹിതമെന്ന് പറയണം. ചിലപ്പോൾ ദൈവം നമ്മെ നിർബന്ധിക്കുന്നതല്ല. ചില വിഷയങ്ങളിൽ ദൈവം നമ്മെ അല്ല നിർബന്ധിക്കുന്നത്, നമ്മൾ ദൈവത്തെ അങ്ങ് നിർബന്ധിക്കുന്നു. കർത്താവ്, എനിക്കിത് ചെയ്തേ പറ്റൂ, എനിക്കിങ്ങനെ പോയേ പറ്റൂ, എനിക്കിങ്ങനെ ഒരു കാര്യം നടന്നേ പറ്റൂ. അങ്ങനെ പിള്ളേരെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവരുടെ ആവശ്യങ്ങൾ മാതാപിതാക്കളെ കൊണ്ട് ചെയ്യിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നമുക്കിത് ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ അവരുടെ വീണ്ടും വീണ്ടുമുള്ളതായ നിർബന്ധവും വഴക്കും നിമിത്തം ആ ശല്യം ഒന്ന് മാറിക്കിട്ടട്ടെ എന്ന് ഓർത്ത് നമ്മളങ്ങ് ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കുന്നവരുടെ ഇഷ്ടത്തിലല്ല ചെയ്യുന്നത്, നിർബന്ധത്തിന് വിട്ടുകൊടുക്കുന്നു. അത് നിമിത്തം ചില ദോഷങ്ങളൊക്കെ സംഭവിക്കാം. ഇങ്ങനെ നിർബന്ധിത ദൈവഹിതത്തിൽ പോയ പലരുടെയും ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. അതിൽ ഒരാളാണ് ബിലയാമിൻ്റെ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതും അദ്ദേഹം പോയ വഴി എന്നതാ, അതാണ് അതിനേക്കാളും രസം. ദൈവം അനുഗ്രഹിച്ച് വേർതിരിച്ച് പ്രത്യേകമായ ഉദ്ദേശ്യത്തോടുകൂടെ ലോകത്തിലാക്കി വച്ചിരിക്കുന്ന ഒരു ജാതിയാണ് ഇസ്രായേൽ ജാതി. ആ ജാതിയെ എന്ത് ചെയ്യാൻ പോവുക? ശപിക്കാൻ പോവുക. ആ 22-ാം അധ്യായം നിങ്ങളൊന്ന് വീട്ടിൽ പോയി ഒന്ന് പരിശോധിക്കുക. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നീ പോകരുത്. ആദ്യം 2 കാര്യം പറഞ്ഞു. നീ അവരെ ശപിക്കുകയും അരുത്, നീ പോകുകയും അരുത്. ദൈവം മനസ്സ് മാറുന്നവനല്ല.
രാവിലെ ഒന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് മറ്റൊന്ന് പറഞ്ഞ് വൈകുന്നേരത്ത് വേറൊന്ന് പറഞ്ഞ് ഇങ്ങനെ മാറുന്നവനല്ല. അവൻ മനസ്സു മാറാൻ മനുഷ്യനല്ല. വ്യക്തമായി ബിലയാമിനോട് പറഞ്ഞതാ. പക്ഷെ ബിലയാമിന് പോയേ ഒക്കൂ. അങ്ങനെ ആദ്യം ബാലാക്ക് അയച്ച ആളുകൾ വരുന്നു. ബിലയാം അവരോട് പറഞ്ഞു, ഞാൻ വന്നുകൂടാ, ദൈവം എന്നെ അയച്ചാൽ. ആദ്യം വലിയ ഭക്തൻ എന്നുള്ള പാപത്തിലൊക്കെ ചമഞ്ഞു നിൽക്കുന്നു. പക്ഷേ അവർ തിരിച്ചു പോകുന്നു. വീണ്ടും അവർ വേറെ വിശേഷപ്പെട്ട ആളുകൾ, ഒരുപാട് ഓഫറുകളുമായിട്ട് ആളുകൾ അവൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവൻ അവരോട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ വീട് നിറയെ വെള്ളിയും പൊന്നും തന്നാലും എന്ന് പറഞ്ഞാൽ അതൊക്കെ ആഗ്രഹമുണ്ടെന്നാണ് എൻ്റെ സാരം. അതൊക്കെ തന്നാലും അവൻ്റെ ബലഹീനത മനഃശാസ്ത്രം അറിഞ്ഞ് അവർ ചെന്ന് പുള്ളിയോട് പറഞ്ഞു, ബാലാക്കിനോട്, അതൊക്കെ കൊടുത്താൽ പുള്ളി വരും, കുറച്ചുകൂടെ ടോപ്പിൽ ആഗ്രഹിക്കുന്ന ആളാണ്. അതെല്ലാം കൊടുത്തു വിട്ടു. അതിൻ്റെ വഴിക്ക് പിന്നീട് പോകുന്ന സമയത്ത് പറയുന്നൊരു വാക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. സംഖ്യാപുസ്തകം 22-ാം അധ്യായം എടുത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ബിലയാം മുമ്പോട്ട് തന്നെ പോകുന്നു. പിന്നെയും പ്രതികൂലമായപ്പോൾ ബിലയാം പറയുന്നൊരു വാക്കുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 22-ന്റെ 34-ാം വാക്യം നോക്കിക്കേ. സംഖ്യാപുസ്തകം 22-ന്റെ 34-ാമത്തെ വാക്യം. ബിലയാം യഹോവയുടെ ദൂതനോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ നല്ല കാര്യമായി ഏറ്റു പറയുന്നു, ഞാൻ തെറ്റ് ചെയ്തു പോയി. അടുത്ത്, നീ എനിക്കെതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. കണ്ടോ, ഇവ അറിഞ്ഞില്ലെങ്കിലും ആരറിഞ്ഞു? ആ കഴുത അറിഞ്ഞ്, ഈ ഇടയാസ് അറിഞ്ഞില്ല. അതുകൊണ്ട് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അറിയാതിരിക്കാൻ വേണ്ടി എന്നതാ പ്രിയപ്പെട്ടവരെ. അറിയാനുള്ള നിലയിൽ ഞാൻ പറയും, കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമം തടുത്തു എന്നാണ്. ദൈവം മൃഗങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചു. പക്ഷേ അവന് ബോധം വന്നില്ല. ഞാൻ പറയാം, നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് വളർത്തു മൃഗങ്ങൾ, നായോ പൂച്ചയോ ആടോ മാടോ കിളിയോ കുരുവിയോ എന്തെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ ചെന്ന് കഥ തുറന്നപ്പോൾ അപ്പുറത്തേക്ക് കൂട്ടിക്കിടക്കുന്ന പട്ടി ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു യോഗം? ഒരുപാട് പേർ ഉണ്ടായിരുന്നോ? കനകരാജ് വന്നോ? അപ്പോൾ നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീട്ടിനകത്ത് കയറി പോവുക. അപ്പോൾ നിങ്ങളെ സമ്മതിച്ചേ പറ്റൂ. നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ഒരു മൃഗം നിങ്ങളോട് യോഗവിശേഷം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പാപഭേദവും ഇല്ലാതെ പോയാൽ, ഇതാണ് ബിലയാമിന് സംഭവിച്ചത്. ബിലയാം ഈ നാളിതുവരെ കയറി ഇറങ്ങി നടക്കുന്ന മൃഗം തുറന്ന് സംസാരിച്ചിട്ടോ ഇവൻ്റെ ബുദ്ധിയിൽ അത് വന്നില്ല. ഇവന് ഗ്രഹിക്കാൻ പറ്റിയില്ല. ഇവൻ്റെ കണ്ണ് ഇരുട്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ വായിക്കുന്നത്, ദൈവം അവൻ്റെ എന്ത് തുറന്നു? മനസ്സ് തുറന്നു, കണ്ണ് തുറന്നു, അകത്തെ മനസ്സ് തുറന്നു. അപ്പോൾ ദൈവ നടത്തിപ്പൊക്കെ അറിയണമെങ്കിൽ അകത്തെ കണ്ണ് തുറക്കണം. അത് കുരുടായിരിക്കുന്ന കാലം. ഇതിൻ്റെ ഒരു ആശയം നേരത്തെ പറഞ്ഞതാ. ഒരു ജഡീകനായ മനുഷ്യന്, ഒരു ഭൗതിക ചിന്തയുള്ള മനുഷ്യന്, ലോകമയത്വത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കണ്ണ് പ്രകാശിക്കത്തില്ല തന്നെയാണ്. അങ്ങനെ ബിലയാം നിർബന്ധിത ദൈവഹിതത്തിന് പോയ ഒരു മനുഷ്യനാണ്. ഞാൻ ആ ഭാഗവും വിവരിക്കാതെ വിടുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു സംഭവം, നിർബന്ധമായിട്ട് ദൈവഹിതമല്ലാതെ അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്ത മറ്റൊരു സംഭവം, പ്രധാനപ്പെട്ടതിലൊന്ന് ഓർപ്പിക്കാം. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7 മുതലുള്ള വാക്യം നോക്കിക്കേ. മോശയുടെ ഒരു സംഭവമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സംഖ്യാപുസ്തകം 20-7 മുതലുള്ള വാക്യം. നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കാം, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശെ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ഇവിടെ ഒരു വിഷയമേ, അടിക്കുക എന്നത് ദൈവഹിതം ആണോ അല്ലയോ? പാറയെ അടിക്കുക എന്നത് ദൈവഹിതമാണോ അല്ലയോ? അല്ല. പിന്നെ പാറയോട് ഒരിക്കൽ അടിച്ചതാ. ഈ അടിച്ചടിച്ച് ഭയങ്കര പരിചയം. ഇപ്പോൾ പുള്ളിക്ക് അടിക്കേ അറിയാവൂ, ആ ഒരു ശുശ്രൂഷയെ അറിയാവൂ. വടി കിട്ടുക, അടിക്കുക. പാറയെങ്കിൽ പാറ, അതാണ്. വെള്ളത്തെ അടിച്ച പുള്ളിയാണ്. പാറയിൽ ഈ അടിപ്രയോഗം മോശയ്ക്ക് ഒരു പ്രത്യേക ശീലമാണ്. അത് മിസ്രൈമിൽ നിന്നേ പഠിച്ചു വന്ന പാർട്ടിയാണ്. സകല എന്തുകൊണ്ടല്ലോ ഈ അടവുകളൊക്കെ പഠിച്ചു വന്ന പുള്ളിയാണ്. അണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരുന്നു വിവരിക്കാതെ. അപ്പോൾ ഈ പാറയെ അടിക്കരുത്. അടിക്കുന്നത് ദൈവഹിതമല്ല. പക്ഷെ ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവ ആലോചനയെ അവഗണിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം ഇംഗിതം, സ്വന്തം ഇഷ്ടം, പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനകൾ അതൊരു ഭാഗത്ത് കിടക്കട്ടെ,
അതൊക്കെ വചനത്തിലുണ്ട്, അതവിടെ ഇരിക്കട്ടെ എന്ന് മാറ്റിവെച്ചിട്ട് നമ്മുടേതായ ഇഷ്ടങ്ങൾ നമ്മൾ നിവർത്തിക്കാറുണ്ട്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ദൈവഗീതമല്ലാത്ത നിലയിൽ പാറയെ അടിച്ചപ്പോഴും എന്തു വന്നു? അതാണ് വിഷയം. അതാണ് ഒരുപാട് പേരെ കുഴപ്പിക്കുന്നത്. ഈ വെള്ളം വന്നു എന്നല്ല, വേറൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? വളരെ വെള്ളം വന്നു, ഒരുപാട് വെള്ളം വന്നു. ഇവർക്കൊക്കെ കുടിപ്പാൻ തക്കവണ്ണം അവരുടെ ദാഹം ശമിക്കത്തക്ക വിധത്തിൽ ഏറെ വെള്ളം വന്നു. അപ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായി പോയാലും എന്തു വരും? അനുഗ്രഹങ്ങളുണ്ടാകും. ദൈവഹിതത്തിന് വിരുദ്ധമായി ഞാൻ പറയാം, പ്രത്യേകിച്ച് പ്രവർത്തന മേഖലകളിലായിരിക്കുന്ന ദൈവദാസന്മാരെ, നമ്മൾ തെറ്റിക്കപ്പെടരുത്. ദൈവഹിതപ്രകാരം അല്ലാതെ പ്രവർത്തിക്കുമ്പോഴും ചിലപ്പോൾ ഫലമുണ്ടായി എന്ന് വരാം. എന്തിന്? സഭകൾ തന്നെ സ്ഥാപിക്കപ്പെട്ടു എന്ന് വരാം. എന്തിന്? പ്രവർത്തനങ്ങളിൽ ഒരുപാട് വളർച്ച ഉണ്ടായി എന്ന് വരാം. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പലതും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നതെല്ലാം നമ്മുടെ പേരിൽ ദൈവത്തിൻ്റെ റെക്കോർഡിൽ റെഡ് മാർക്കിലാണ് എന്ത് ചെയ്യുന്നത്? അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്കൊരു അനുഗ്രഹമായിരിക്കത്തില്ല. നമ്മുടെ ദൃഷ്ടിയിൽ അത് അനുഗ്രഹമാണ്. വെള്ളമാണ് പുറപ്പെടുന്നത്, അനുഗ്രഹമാണ് പുറപ്പെടുന്നത്. അവർക്ക് അപ്പോൾ ഉണ്ടായിരുന്ന താൽക്കാലിക പ്രതിസന്ധിക്ക് ഒരു മാറ്റം വന്നുവെങ്കിലും അത് മോശയ്ക്ക് എന്നും ഒരു അപരാധമായി തീർന്നു. എന്തിന്? അവൻ അടിച്ച് വെള്ളം കുടിപ്പിച്ച ആളുകളെല്ലാം ആ മരുഭൂമിയിൽ ചത്തൊടുങ്ങുന്നത് പോലെ. ശ്രദ്ധിക്കുമോ നിങ്ങൾ? ഇവനും അക്കരെ നാട്ടിലേക്ക് പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ ന്യായവിധിയുടെ കീഴിൽ മോശ അകപ്പെട്ടത് നിമിത്തമാണ്. അപ്പോൾ നിർബന്ധിത ദൈവഗീതം നമുക്ക് വേണ്ട. നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മൊത്തം ചെവി കൊടുത്ത് മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഒരു ഭാഗം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവഗീതം പഴയ നിയമകാലത്ത് അറിഞ്ഞിരുന്ന 5 മാർഗങ്ങൾ. അത് എല്ലാം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പറയാൻ പറ്റുന്നിടത്തോളം കാര്യം പറഞ്ഞു വിടുമ്പോൾ നാളത്തെ ക്ലാസ്സിന് ഇതൊരു നല്ല സഹായകരമായി തീരുമെന്ന് ഞാൻ കരുതുക. ദൈവഹിതം പഴയ നിയമകാലത്ത് അറിഞ്ഞിരുന്ന 5 മാർഗങ്ങൾ. ആധാരമായി നമുക്ക് എബ്രായ ലേഖനം 1:1 വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. ഈ വാക്യത്തിൻ്റെ വിശദീകരണം ഞാൻ പറയണ്ട, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ദൈവം പണ്ട് എങ്ങനെയാണ് ദൈവജനത്തോട് ഇടപെട്ടത്? അതിന് പല കാര്യങ്ങൾ അവിടെ പറയുക. അതിൽ ഒരു പ്രയോഗം അടിവരയിടണം. വിവിധമായിട്ടും. യേശുക്രിസ്തു മുഖാന്തരം ലോകത്തോട് അരുളി ചെയ്ത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേൾപ്പിക്കുന്നതിന് മുമ്പ് ദൈവം പല മാർഗങ്ങളിലൂടെയാണ് മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഒരു മാർഗമല്ല, പല മാർഗങ്ങളിലൂടെ ഇടപെട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തിയ 5 മാർഗങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ വരുന്നത്. അതിൽ ഒന്ന് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 30-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 28:30. ന്യായവിധി പതക്കത്തിനകത്ത് അല്ലെങ്കിൽ മാർപ്പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും രണ്ട് കല്ലുകളാണ്. ഇത് വിവരിക്കാനായിട്ട് ആ ഭാഗം വായിച്ച് വിവരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും മനസ്സിലാക്കുക. മഹാപുരോഹിതൻ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്വ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ധരിക്കുന്ന ഒരു അങ്കിയുടെ പേരുണ്ട്. അതിനെ ഏബോദ് എന്നും പറയും, പിന്നെ മാർപ്പതക്കം എന്നും പറയും. അതിനകത്ത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ, അതിൻ്റെ പുറത്ത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 പേരുടെയും പേരും പതിപ്പിക്കും. എന്നാൽ ആ മാർപ്പതക്കത്തിനകത്ത് ഇട്ടേക്കുന്ന 2 കല്ലുകളാണ്. ആ 2 രത്നക്കല്ലുകൾ, വൈഡൂര്യ കല്ലുകൾ, വളരെ മൂല്യമുള്ള കല്ലുകളാണ്. മനസ്സിലായോ? അതിൻ്റെ വിലമതിക്കാനാവാത്ത കല്ല. ആ കല്ലുകൾ 2 പേരാണ് ഊറീം തുമ്മീം. ഈ ഊറീം തുമ്മീം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രകാശം, ഒന്ന് സത്യം. പ്രകാശം, സത്യം. ഇതിനെ സ്പർശിച്ചാണോ എനിക്ക് അറിഞ്ഞൂടെ. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, നിന്റെ സത്യവും പ്രകാശവും എന്നെ സ്തോത്രം, എന്നെ നയിക്കുമാറാകട്ടെ. നിന്റെ പ്രകാശവും നിന്റെ സത്യവും എന്നെ നയിക്കട്ടെ. പഴയ നിയമകാലത്ത് ആ പ്രകാശവും സത്യവും ഊറീം തുമ്മീമിലൂടെ ഇസ്രായേലിനെ ഒരു കാലത്ത് നയിച്ചിരുന്നു. അഥവാ നമ്മുടെ വിഷയത്തിൽ ചേർത്ത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഊറീം എന്ന കല്ലിലൂടെ, തുമ്മീം എന്ന കല്ലിലൂടെ അവർ മനസ്സിലാക്കിയിരുന്നു. ഇനി എങ്ങനെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്? അതിനെക്കുറിച്ച് ഏതാണ്ടൊരു ഭാവം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മേശ വയ്ക്കുക. നമ്മുടെ മേശ
മഹാപുരോഹിതനോട് അത് ദൈവഹിതമാണോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ ദാവീദ് സംഭവമുണ്ട്, ഞാൻ വായിക്കുന്നില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങ് വായിച്ചേക്കാം, എന്തായാലും പറയുന്നത് പറഞ്ഞാൽ മതി. 1 ശമൂവേൽ 23:9 മുതലുള്ള വാക്യം വായിച്ചേ. 1 ശമൂവേൽ 23:9 മുതലുള്ള വാക്യം. 9 മുതൽ. ശൗൽ തന്റെ നേരെ ദോഷം ആലോചിക്കുന്നു എന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യഥാരനോട് എഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ശൗൽ കെയിലയിലേക്ക് വന്ന് എന്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിപ്പാൻ പോകുന്നുവെന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കെയില പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ശൗൽ വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരും എന്ന് യഹോവ അപ്പോൾ ദൈവം ഏബോദ് മുഖാന്തരം അരുളപ്പാട് കൊടുക്കുന്നത് അവൻ വരികയും ചെയ്യും, നീ അവനെ എന്ത് ചെയ്യുകയും ചെയ്യും, തോൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതിൻ്റെ 30-ാം അധ്യായം 7 മുതലുള്ള വാക്യത്തിലും ദാവീദ് ദൈവഹിതം അറിയാൻ വേണ്ടി ചോദിക്കുക. ദാവീദിൻ്റെ വീട്ടിലെ അവൻ്റെ തട്ടുമുട്ട് സാധനങ്ങളും ആടുമാടുകളും ഭാര്യയും മക്കളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഫെലിസ്തീർ, ഞാൻ അവരെ പിന്തുടർന്നാൽ എനിക്ക് അവരെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പോഴത് പോകാം, നിനക്ക് പിടിക്കാൻ പറ്റുമെന്ന് പറയുക. അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി സംഖ്യാപുസ്തകം എടുത്ത് അതിൻ്റെ 27-ാം അധ്യായം 21-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 27-ന്റെ 21-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 27-ന്റെ 21. അവൻ പുരോഹിതനായ എലയാസാറിന്റെ മുമ്പാകെ നിൽക്കണം. അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഉരീം മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ചോദിക്കണം. കണ്ടോ, ഊറിയും തുമ്മിയും ഇവകൾ മുഖാന്തരം ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കണം. എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ദാവീദ് ഒരു യുദ്ധത്തിന് പോകുക. കർത്താവേ, ഞാൻ ഈ യുദ്ധത്തിന് പോകുന്നത് ദൈവഹിതമാണോ? പോയാൽ ഞാൻ വിജയിക്കുമോ? അല്ല, ശത്രുക്കൾ എന്നെ തോൽപ്പിക്കുമോ? ഇതെനിക്ക് അറിയണം. അതെങ്ങനെ അറിയുന്നേ? അതിനെക്കുറിച്ചുള്ള പൊതുവായ ഒരു ധാരണ ഇതാണ്. മഹാപുരോഹിതൻ ഈ കല്ലെടുത്ത് ഇങ്ങനെ മേശപ്പുറത്ത് വയ്ക്കുക, എന്നിട്ട് പുരോഹിതൻ നിൽക്കുക, ദാവീദ് നിൽക്കുക, വേണ്ടപ്പെട്ടവരൊക്കെ നിൽക്കുക. ദാവീദ് പോകുന്നത് ദൈവഹിതമാണെങ്കിൽ ഈ 2 കല്ലുകളും ഇങ്ങനെ സ്പ്ലിങ്ക് ചെയ്യുക, ഇങ്ങനെ അതിങ്ങനെ പ്രകാശിക്കുക. അപ്പോൾ സന്തോഷമായി, ഓക്കെ പൊയ്ക്കോളാൻ പറയുക, പോവുക. ഇങ്ങനെ പോകുന്നത് ദൈവഹിതം അല്ലെങ്കിൽ ഈ കല്ല്, ഇപ്പോൾ ലൈറ്റ് അണച്ചാൽ ബൾബ് എന്തായിരിക്കും? ഇതുപോലെ അനങ്ങത്തില്ല, പ്രകാശിക്കത്തില്ല. പ്രകാശം പരത്താതെ കല്ലിൻ്റെ ഒരു രൂപത്തിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അറിയാം ദൈവഹിതമല്ല. ഇത് ഞാൻ ഓർത്തപ്പോൾ എന്ത് എളുപ്പമാണ് അല്ലേ? ദൈവഹിതം അറിയുന്നത് പഴയ നിയമത്തിൽ എന്ത് എളുപ്പമാണ്. ഇനി ആ രീതി അക്ഷരം പ്രതി തുടർന്നിരുന്നു പുതിയ നിയമസഭയിലുമെങ്കിലേ, ഇതെന്തോന്ന് സഭയാ? ഈസ്റ്റോ? ഈസ്റ്റ്, അങ്കമാലി ഈസ്റ്റ്, അതാ ചോദിച്ചാൽ അങ്കമാലി ഈസ്റ്റ്. അപ്പോൾ അങ്കമാലി ഈസ്റ്റിന് 2 കല്ല്, വെസ്റ്റിന് 2 കല്ല്, അങ്ങനെ ഓരോ സഭകൾക്കും ഈ 2 കല്ല്. അപ്പോൾ സഭയിൽ പെൺകുട്ടിക്ക് കല്യാണാലോചന വന്നു. ഇന്ന് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അന്വേഷിക്കാൻ. ഇത് ഒരു പാടുമില്ല. മൂപ്പനും പിന്നെ വേണ്ടപ്പെട്ടവരും വീട്ടുകാരും വന്ന് നിന്നാൽ മതി. കല്ലെടുത്ത് വെച്ച് ഞായറാഴ്ച എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. കല്ല് തെളിഞ്ഞാൽ ഓക്കെ, കല്യാണം കഴിക്കാമല്ലോ. സുവിശേഷ വേലയ്ക്ക് വേർതിരിയുന്നത്, സുവിശേഷ യോഗങ്ങൾ, പ്രവർത്തനങ്ങൾ, എന്ത് പാടാണ് നമുക്ക് അല്ലേ? മൂപ്പൻ്റെ നിയമനം, മറ്റു കാര്യങ്ങൾ എല്ലാം കല്ല് മതി. എന്ത് എളുപ്പമായിരുന്നേനെ അല്ലേ? എന്തേ ദൈവം അനുവദിക്കാത്തത്? ഞാൻ പിന്നെ ഓർത്തു, ഇനി പ്രശ്നം വന്നാൽ ഈ റബ്ബർ സ്റ്റാമ്പ്, ലെറ്റർ പേഡൊക്കെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അവ ആദ്യം കല്ലും കൊണ്ടുപോകുമായിരിക്കും. മനസ്സിലായോ? പിന്നെ വേറെ കല്ല് പോകേണ്ടതായിട്ട് വന്നതിന്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം ചെയ്യാം, അതിൻ്റെ പേരിലുള്ള പ്രശ്നം കൂടെ നമുക്കില്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പഴയ നിയമത്തെക്കാളും വളരെ വ്യക്തമായി ദൈവം പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് ഞാൻ പിന്നീടുള്ള ക്ലാസ്സിൽ പറയും. ഇത് നമ്മൾ പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരുന്ന ഒരു രീതിയാണ്. ഊറിയും മുഖാന്തരവും തുമ്മിയും മുഖാന്തരവും ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുത്തുന്നു. പക്ഷേ ദാവീദിന് ദൈവം ഈ കല്ലിലൂടെ ഉത്തരം കൊടുത്തപ്പോൾ സൗലിന് കൊടുത്തില്ല. സൗലിന് ഇതുപോലെ 2 വട്ടം ചോദിച്ചു, പക്ഷേ 2 വട്ടവും കല്ലിൽ മിണ്ടിയിട്ടില്ല. അതിൻ്റെ കാരണം ആദ്യമേ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, ആർക്കാണ് ദൈവഹിതം വെളിപ്പെടുന്നത് എന്നുള്ളത്. സൗലിൻ്റെ ജീവിത സ്വഭാവം അറിയാവുന്നവർക്കറിയാം. സൗലിനെ പോലുള്ള ഒരാളിൻ്റെ മുമ്പിൽ ഈ കല്ല് പ്രകാശിക്കത്തില്ല. സൗലിനോടുള്ള ദൈവഹിതം വെളിപ്പെടുത്താൻ ദൈവത്തിന് മനസ്സില്ല. അതുതന്നെയാണ്. ആട്ടെ, നമുക്ക് മുമ്പോട്ട് വരാം. അപ്പോൾ ഊറിയും തുമ്മിയും എന്നുള്ള 2 കല്ലുകൾ മുഖാന്തരം പഴയ നിയമത്ത്
ദൈവഹിതം വെളിപ്പെട്ടിരുന്നു. രണ്ടാമത്തേത് സദൃശവാക്യങ്ങൾ 16:33 വാക്യം. സദൃശവാക്യങ്ങൾ 16 അധ്യായം 33 വാക്യം നോക്കിക്കേ. സദൃശവാക്യങ്ങൾ 16:33. ചീട്ട് മടിയിലിടുന്നു, ചീട്ട് മടിയിലിടുന്നു, അതിന്റെ വിധാനമോ യഹോവയാൽ വരുന്നു. ഇണവാക്യങ്ങളൊന്നും ഞാൻ അധികം പറയുന്നില്ല. ചീട്ട് തർക്കങ്ങളെ തീർക്കുന്നു എന്നാണ് സദൃശവാക്യം 18 അധ്യായം 18 വാക്യത്തിൽ വായിക്കുന്നത്. അപ്പോൾ ചീട്ടിട്ട് കാര്യങ്ങളെ കണ്ടുപിടിക്കുക. ആഹാനെ കണ്ടുപിടിച്ചത് ചീട്ടിട്ട, യോനയെ കണ്ടുപിടിക്കുന്നത് ചീട്ടിട്ട. അത് കഴിഞ്ഞിട്ട് യൂത ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് അടുത്തൊരാളിനെ നിയമിക്കുന്നത് ചീട്ടിട്ടാണ്. അതോടുകൂടെ ചീട്ട് തീർന്നു. ആരെ എടുത്തതോടുകൂടെ? എനിക്ക് തോന്നുന്നു അത് മതി, അതെടുത്തപ്പോൾ തന്നെ കുരുത്തക്കേടാണെന്നത് എനിക്ക് തോന്നുന്നു. അതോടുകൂടെ ചീട്ടിൻ്റെ പരിപാടി തീർന്നു. പുതിയ നിയമസഭ, അത് പെന്തിക്കോസ്തിന് മുമ്പാണെന്ന് ഓർക്കണേ, തെറ്റിദ്ധരിക്കരുത്. കനകരാജ് ബ്രദർ പറഞ്ഞു ചീട്ടിട്ട് മൂപ്പന്മാരെ തിരഞ്ഞെടുക്കാമെന്നാണ് പറഞ്ഞതെന്ന്. രണ്ടുപേരുടെ പേരെഴുതിയിട്ട് എടുക്കാൻ പാടില്ല. അത് പെന്തിക്കോസ്തിന് മുമ്പാണ്. അത് എടുത്ത് പറയണം. പെന്തക്കോസ്തിന് മുമ്പ് വരെയുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ പഴയ നിയമകാലത്ത് ഒരു മാർഗം ചീട്ടിട്ടെടുക്കുക, അതും വളരെ എളുപ്പമായിട്ട്. ഇപ്പോൾ സംശയം എന്താണോ ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി അത് എഴുതി ചീട്ടിട്ടെടുക്കുമ്പോൾ കാര്യങ്ങൾ തീരുന്നു. ചീട്ട് തർക്കങ്ങളെ തീർക്കുന്നു. മൂന്നാമത്തെ മാർഗം സഭാപ്രസംഗിയുടെ പുസ്തകം എടുക്കുക. അതിൻ്റെ 5 അധ്യായം 3 വാക്യം. സഭാപ്രസംഗി 5:3 വാക്യം. അഞ്ചിന്റെ മൂന്ന്. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുപെരുപ്പം കൊണ്ട് ഭോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. സ്വപ്നത്തിന്റെ അപര്യാപ്തതയാണ് ഈ വാക്യത്തിൽ പറയുന്നത്. പക്ഷെ സ്വപ്നത്തിലൂടെ ദൈവഹിതം വെളിപ്പെടുത്തിയിരുന്ന ഒരുപാട് കാര്യമുണ്ട്. സ്വപ്നത്തിലൂടെ ദൈവം എന്തോരു കാര്യങ്ങളാണ് ഉൽപ്പത്തി മുതൽ നമുക്കറിയാം. ഇപ്പോൾ യോസേഫിൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ, അതുപോലെ ഫറവോ രാജാക്കന്മാർ കണ്ട സ്വപ്നങ്ങൾ, പിന്നെ ദാനിയേൽ പ്രവചനത്തിൻ്റെ സ്വപ്നങ്ങൾ, എന്തോ ഒരു കാര്യങ്ങളാണ് സ്വപ്നത്തിലൂടെ. സ്വപ്നം കാണുക, സ്വപ്നത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി കൊടുക്കുക. അതിലൂടെ ദൈവം രാജ്യങ്ങളുടെ മേൽ, ദൈവജനത്തിൻ്റെ മേലൊക്കെ നടത്തിയതും നടത്താനിരിക്കുന്നതുമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത് എന്തിൽ കൂടെ തന്നെയാണ്? സ്വപ്നത്തിലൂടെ. അപ്പോൾ പഴയ നിയമകാലത്ത് സ്വപ്നത്തിലൂടെ ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തി. യോസേഫ് മറിയയെ ഉപേക്ഷിക്കാനായി തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഉപേക്ഷിക്കാതെ അവളെ ചേർത്ത് കൊള്ളാൻ അവൻ ഉറപ്പ് വരുത്തിയത്, അവന് ഹൃദയത്തിൽ നിശ്ചയമുണ്ടായത്, രാത്രിയിൽ ദൈവം യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ആ കാര്യത്തിൻ്റെ അവ്യക്തത മാറ്റി വ്യക്തത വരുത്തി കൊടുത്തത് സ്വപ്നത്തിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വപ്നം കാണുന്നതെല്ലാം ദൈവഹിതമാണെന്ന് വിചാരിക്കരുത്. ഇന്ന് നമ്മൾ കാണുന്ന സ്വപ്നത്തിൻ്റെ പോരായ്മ പറയാനാണ് ഞാൻ ഇപ്പോൾ വായിച്ച 5 വാക്യം സഭാപ്രസംഗം 5:3 പറയുന്നത്. എല്ലാ സ്വപ്നവും ദൈവികമാണ് അല്ല. ദൈവം എല്ലാം സ്വപ്നത്തിലൂടെ എല്ലാം കാണിച്ചു തരുന്നു എന്ന് വിചാരിക്കരുത്. അത് പകലിൽ നമ്മൾ എന്തോ ഒരു പ്രവൃത്തിയിൽ അധികം ടെൻഷനായോ അധികം ശ്രദ്ധ ചെലുത്തി അധികം അധ്വാനവും അതിനുവേണ്ടി ഓടുകയൊക്കെ ചെയ്തുവോ ഉറപ്പായും അന്ന് രാത്രി അതായിരിക്കും സ്വപ്നം കേട്ടോ. ചിലർ രാത്രിയിൽ പകൽ മൊത്തം പണത്തിൻ്റെ പുറകെയാണ് ഓടുന്നത്. രാത്രിയിൽ കൈ 2 മുറുകി പിടിച്ച് വെച്ച് ഉറങ്ങുന്നത്. എന്താണെന്നറിയോ? പൈസ കയ്യിൽ വെച്ചിങ്ങൊന്ന് ഉറങ്ങുക. രാത്രി പ്രഭാതത്തിൽ കൈവേദനിക്കുക അല്ലാതെ നയാ കാസ് അതിനകത്ത് കാണത്തില്ല. അതുപോലെ എന്തൊന്നിനു വേണ്ടി നമ്മൾ കൂടുതൽ സമയവും ബുദ്ധിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു, ആ കഷ്ടപ്പാടിൻ്റെ ആധിക്യത്താൽ എന്ത് വരുന്നെന്നാണ് പറയുന്നത്? സ്വപ്നം. അതുകൊണ്ട് പുതിയ നിയമകാലത്ത് സ്വപ്നം കണ്ടു എന്ന് പറയുന്നത് വെറുതെയാണ്. അതിലൂടെ അല്ല ദൈവാത്മാവ് ഇന്ന് ഇടപെടുന്നത് എന്ന് ഓർക്കുക, വ്യക്തമായി ഓർക്കുക. അപ്പോൾ പഴയ നിയമത്തിലെ 3 മാർഗമാണ് സ്വപ്നം. ഇനി പഴയ നിയമത്തിലെ 4 മാർഗം പറഞ്ഞങ്ങ് പോകാം. പ്രവാചകന്മാർ. ദൈവം പ്രവാചകന്മാരിലൂടെ, നമ്മൾ എബ്രായ ലേഖനം 1:1 വായിച്ചതാ. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകന്മാരിലൂടെയും ദൈവം ഇടപെട്ടിട്ടുണ്ട്. എത്രയോ പ്രവാചകന്മാർ. പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലെ സിംഹഭാഗവും പ്രവാചക പുസ്തകങ്ങളാണ്. പ്രവാചകന്മാർക്ക് ദൈവം കൊടുക്കുന്ന ആലോചനകളിലൂടെ ദൈവം ഇതിൻ്റെ ധനത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അത് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല, വാക്യങ്ങളുടെ ആവശ്യമില്ല. അറിയാം പ്രവാചക ശുശ്രൂഷ പ്രവാചകന്മാരിലൂടെ. ഇനി പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ കേവലം ഭാവി കാര്യങ്ങൾ പറയുന്നവർ മാത്രമല്ല, മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലുള്ള വിഷമങ്ങളും പറഞ്ഞു കൊടുക്കുന്നവരായിരുന്നു, ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്നവരായിരുന്നു. ഒരു ചെറിയ ദൃഷ്ടാന്തം പറയാം. ശമൂവേലിൻ്റെ 1 പുസ്തകം 9 അധ്യായം 6 വാക്യം നോക്കിക്കേ. 1 ശമൂവേൽ 9 അധ്യായം 6 വാക്യം.
1 സമൂവേൽ 9:6 നോക്കിക്കേ. പ്രവാചക ദൗത്യമാണത്. അതിന് അവൻ ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അഥവാ ഒരു പ്രവാചകനുണ്ട്, അവൻ മാന്യനാകുന്നു. സ്തോത്രം. എന്നിട്ട് അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. അടുത്ത് നമുക്ക് അവിടെ പോകാം. അവൻ ഇപ്പോൾ നമ്മൾ കാണാതെ പോയത് എന്താണോ അത് കണ്ടെത്തി തരുന്നതിന് അവൻ നമുക്ക് മാർഗം പറഞ്ഞു തരും. എന്നിട്ട് നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. ആ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചോ. നാം എന്ത് ചെയ്യുവാനുള്ള വഴി? പോകുവാനുള്ള വഴി. നാം പോകുന്ന വഴിയല്ല, പോകേണ്ടുന്ന വഴി. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ അങ്ങനെ ആയിരിക്കണം. ജനം പോകുന്ന വഴി പറഞ്ഞു കൊടുക്കുന്നവരല്ല പ്രവാചകന്മാർ, പിന്നെ പോകുവാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അവരാണ് മാന്യന്മാർ എന്ന് പറയുന്നത്. അവരെയാണ് കാലത്തിന് ആവശ്യമുള്ളത്. അങ്ങനെയുള്ളവർക്കൊന്നും അധികകാലം ആയുസ്സോടെ ജീവിക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെ പ്രവചിച്ച പ്രവാചകന്മാരെല്ലാം അകാലത്തിൽ പൊലിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും അധികം ആയുസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ആ തന്മയത്വമുള്ള ചുണയുള്ള പ്രവാചകന്മാരെല്ലാം ജനം പോകുവാനുള്ള വഴി പറഞ്ഞു കൊടുത്തവരാ. അവരെയാണ് ഈ കാലത്തിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവം അങ്ങനെയുള്ള ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കട്ടെ. 4-ാം ഭാഗം കഴിഞ്ഞു. 5-ാമത് അടയാളങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തി. ഇതുകൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അടയാളം, ഒരുപാട് അടയാളങ്ങൾ ഞാൻ പേര് പറഞ്ഞും കൂടാ. ഒന്ന്, ഗിദെയോന് ലഭിച്ച അടയാളം അറിയാമല്ലോ. ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിൽ അദ്ദേഹം മിദ്യാനിയരോട് യുദ്ധത്തിന് പോകണോ വേണ്ടിയോ എന്നറിയാൻ വേണ്ടി, താൻ ജയിക്കുമോ തോൽക്കുമോ എന്നറിയാൻ വേണ്ടി കളത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ആട്ട് തോലിടുന്നു. ആദ്യം പറഞ്ഞു തോല് മാത്രം നനഞ്ഞിരിക്കണം, പ്രദേശമെല്ലാം ഉണങ്ങിയിരിക്കണം. അതുപോലെ സംഭവിച്ചു. രണ്ടാമതൊരു പരീക്ഷണം കൂടെ, പരിസരമെല്ലാം എന്ത് ചെയ്യുക? നനഞ്ഞിരിക്കുക, തോല് മാത്രം. അത് ബുദ്ധിപരമായ ഒരു ചോദ്യം അദ്ദേഹം നടത്തിയത് കേട്ടു. ഇനി ഈ ആരെങ്കിലും കരുതിക്കൂട്ടി ഇവനെ ചതിക്കാൻ വേണ്ടി തോലിൽ മാത്രം വെള്ളം ഒഴിച്ചെങ്കിലും അത് തെറ്റിപ്പോകാം. പക്ഷെ മറ്റത് നടക്കത്തില്ല. ഒരു പ്രദേശം മൊത്തവും നനഞ്ഞിട്ട് തോൽ മാത്രം ഉണങ്ങിയിരിക്കുക. അതും ദൈവം കാണിച്ചു കൊടുത്തു. സ്തോത്രം. ഒരു അടയാളത്തിലൂടെ ദൈവം കണ്ടു. ഗിദെയോൻ്റെ അടയാളം അതാ. പിന്നെ ഒരു അടയാളം ഞാൻ ഓർപ്പിക്കാം. അസൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുമോ എന്നറിയാൻ വേണ്ടി ഹിസ്കിയാവ് ഒരു അടയാളം ചോദിച്ചു. കടികാരത്തിലെ ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ ക്ലോക്കിൽ മുമ്പോട്ട് പോയ സൂചി എന്ത് ചെയ്യണം? പുറകോട്ട് വരണം. അതുപോലെ സംഭവിച്ചു. അടയാളം കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരു അടയാളം നമ്മൾ കാണുന്നുണ്ട്. ലാബാൻ്റെ സംഭവമാണ്. ഉൽപ്പത്തി പുസ്തകം എടുത്ത് 31-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 2-ാമത്തെ വാക്യം. ലാബാനിലൂടെ യാക്കോബ് ഒരു കാര്യം തീരുമാനിച്ചു. അതൊരു അടയാളമായിരുന്നു. വായിച്ചേ. 31-ന്റെ 2-ാം വാക്യം. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ. കഴിഞ്ഞ രാത്രിയില് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങാൻ പോകത്ത് സമയത്ത് അതാ മുഖം അല്ല. രാത്രിയിൽ എന്തോ കുഴപ്പം പറ്റി, എന്തോ തലയണ മന്ത്രം ഉണ്ടായി. നേരം വെളുത്തപ്പോൾ അമ്മാവിൻ്റെ മുഖം. അപ്പോൾ മരുമകന് ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, കെട്ടുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചു. നോക്കണേ, ഇത് കുടുംബക്കാരെ ഉണ്ടാക്കാനൊന്നും ഞാൻ വരുന്നില്ല. വീട്ടിനകത്തും ഇതുപോലെയൊക്കെയാണ്. ചിലതൊക്കെ അങ്ങനെ വായിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ചിരിയിലുണ്ട് അടയാളം, ദുഃഖത്തിലുണ്ട് അടയാളം, കൈ തരുന്നതിലുണ്ട് അടയാളം, പിന്നെ കൈ കൊടുക്കാതിരിക്കുന്നതിലുമുണ്ട് അടയാളം, ഇടപെടലുകളിലുണ്ട്, ഫോൺ വിളിക്കുന്നതിലും വിളിക്കാതിരിക്കുന്നതിലും, മെസ്സേജുകൾ ഇടുന്നതിലും അതിൻ്റെ സിമ്പൽ. ഈ ചിലരെ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിന് പ്രാർത്ഥിക്കില്ലല്ലോ. ഒരു 5-8 എന്തോ ചുമ്മാ ഒരു നയാ പൈസയുടെ ചിലവില്ലല്ലോ, അങ്ങ് കുത്തിയം കിട്ടാൻ മതിയല്ലോ അല്ലേ? അത് തന്നെ. എന്തോ ചിലത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക, ഇവൻ്റെ ജീവിതത്തിൽ മുട്ടുകുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് അടയാളങ്ങൾ പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അവർ ആ മുഖഭാവം കണ്ടപ്പോൾ യാക്കോബിന് മനസ്സിലായി. ഭാര്യമാരോട് പറഞ്ഞു, നാളെ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടണം, ഇതാ അമ്മാവിൻ്റെ മുഖം മാറിയിരിക്കുക. അതൊരടയാളമായിരുന്നു. അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. ആട്ടെ, നമുക്ക് പോകാം. 4-മതായി വേറൊരു സംഭവം. ഈ ഉൽപ്പത്തി 24-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യം നോക്കി. ഇസഹാക്കിന് ഒരു പെൺകുട്ടിയെ നോക്കി എലയാസർ പോകുക. അങ്ങനെ ഏതാണ്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് അവൻ എന്താ പറയുന്നത് നോക്കിക്കേ.
ഇതാ ഞാൻ കിണറിന്റെ അരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരയണമെന്ന് പറയുമ്പോൾ കുടിക്ക, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിനെ നിയമിച്ചവളായിരിക്കട്ടെ. കണ്ടോ, അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ നോക്കാൻ വേണ്ടി ഇസഹാക്കല്ല പോകുന്നത്, എലയാസാറാണ് പോകുന്നത്. വിവാഹ ജീവിതത്തിൽ മാതൃകയാക്കാൻ മനസ്സുള്ളവർക്ക് മാതൃകയാക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ഈ 24-ാം അധ്യായത്തിലുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ആ കിണറിൻ്റെ കരയിൽ വന്നിരുന്നിട്ട് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇവിടെ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി എൻ്റെ മുമ്പിലൂടെ വരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയിൽ അദ്ദേഹം കാണുന്ന കുറേ പ്രത്യേകതകൾ, ആ പ്രത്യേകതകളെല്ലാം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ആ ഇംഗിതമനുസരിച്ച് ഒരു പെൺകുട്ടി വന്നാൽ, ഞാൻ പറയുന്നത് പോലെ ഇടപെട്ടാൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി തന്നെയാണ് എന്തുവാ ഇന്നത്തെ വിവാഹാലോചനകളിൽ ഏർപ്പെടുന്ന അമ്മമാരും പിതാക്കന്മാരും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ലാബാൻ അങ്ങനെ വരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ 21-ാം വാക്യം നോക്കിക്കുക. 21-ാം വാക്യം, ആ പുരുഷൻ അവളെ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. അയ്യോ, അപ്പോഴാണ് റെബേക്ക വന്നത്. റെബേക്കയെ ഇസഹാക്ക് ഉറ്റുനോക്കി. സോറി, ഈ റബേക്കയെ ഇവൻ എലയാസർ എന്ത് ചെയ്യുന്നു? ഉറ്റുനോക്കി പെൺകുട്ടിയെ. എന്തൊക്കെയാണ് ഉറ്റുനോക്കിയപ്പോൾ കണ്ടത്? സമയം തീർന്നല്ലയോ? സമയം തീർന്നു. 2 മിനിറ്റിൽ ഞാൻ നിർത്തിക്കൊള്ളാം. നോക്കിക്കോ. ആട്ടെ. ഉറ്റുനോക്കിയത് എന്തൊക്കെയാ? 15-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. ഉറ്റുനോക്കിയപ്പോൾ അവൻ കാണുക 1 ബാലസുന്ദരിയും. അല്ല, അതിന്റെ മുകളിൽ 15-ന്റെ ഒടുവിൽ റെബേക്ക തോളിൽ പാത്രവുമായി 1 അവൻ കണ്ടതേ. അവൻ്റെ യജമാനൻ്റെ മകന് യോഗ്യയായ പെൺകുട്ടി എന്ന് അവൻ നിർണയിക്കാനുള്ള ഒരു കാര്യം, തോളിൽ പാത്രവുമായി വന്നു. ഇന്നാണ് എലയാസർ ഇരുന്നിരുന്നെങ്കിൽ കയ്യിൽ മൊബൈലുമായിട്ട് വരുന്നൊരു പെണ്ണിനെ അവൻ കാണുകയുള്ളൂ. അല്ലാതെ തോളിൽ പാത്രവുമായിട്ട് വരുന്ന പെണ്ണിനെ കാണുക, അത് ഒരു 2 സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ പോകണം. ഇവൻ ഉറപ്പിച്ചത് നോക്കിക്കേ. പെൺകുട്ടികളൊന്ന് ശ്രദ്ധിച്ചോ. അടുത്ത് അത് തുടർന്ന് നോക്കിക്കോ. 2ാമത് പറയുക, ബാല എന്താണ്? അതിസുന്ദരി. അവൻ ഉറ്റുനോക്കിയപ്പോൾ അവൻ്റെ കണ്ണിൽപ്പെട്ട 2ാമത്തെ കാര്യം, അവൾ അതിസുന്ദരി. ഈ സൗന്ദര്യം വേദപുസ്തകത്തിൽ പറയുന്നത് തൊലിപ്പുറത്തെ സൗന്ദര്യത്തെക്കാളും പിന്നീട് പറയുന്നുണ്ട് സൗന്ദര്യം വൃത്തം. പിന്നെയോ ദൈവഭക്തിയുള്ള സ്ത്രീയോ എന്ത് ചെയ്യപ്പെടും? പ്രശംസിക്കപ്പെടും. ഈ കൃത്രിമ സൗന്ദര്യം അല്ലായിരുന്നു. യഥാർത്ഥ സൗന്ദര്യം എന്താണെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അത് അകത്തെ മനുഷ്യനിലുള്ള ഗൂഢമനുഷ്യനിലുള്ള കാര്യമാണ്. സൗമ്യതയും ലജ്ജാശീലവും സുബോധവും ഒക്കെ ആയിട്ടുള്ളതായ സൗന്ദര്യമാണ്. അതുകൊണ്ട് പുറത്തേ ഉള്ള സൗന്ദര്യമല്ല. മനസ്സിലായല്ലോ? ഇന്ന് പുറത്തേ ഉള്ള സൗന്ദര്യത്തിനാണ് പലരും വില കൽപ്പിക്കുന്നത്. പുതിയ നിയമത്തിലെ സൗന്ദര്യം അകത്തെ സൗന്ദര്യമാണ്. 3ാമത്തത്, അവൾ കന്യകയായിരുന്നു. ഇതിൻ്റെ വില കൽപ്പിക്കാൻ ലോകത്തിൽ ഒരു മൂല്യവുമില്ല. ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ മുമ്പാകെ കാഴ്ചവെക്കാൻ കഴിയുന്ന വിലമതിക്കാനാവാത്ത സമ്പത്താണ് ഇപ്പോൾ ഈ പറയുന്നത്. അവൻ ഉറ്റുനോക്കിയപ്പോൾ അവൻ പറയുക. അത് കഴിഞ്ഞിട്ട് 19-ാമത്തെ വാക്യത്തിൽ അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം അവന് കുടിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറയുക, ഇനി നീ എലയാസർ കുടിച്ചു കഴിഞ്ഞിട്ട് അടുത്തിനി ആർക്കും കൂടെ കൊടുക്കാം. എത്ര ഒട്ടകങ്ങളാണ് ഉണ്ടായിരുന്നേ? 10 ഒട്ടകങ്ങൾ. തമ്പുരാനെ കൊച്ചിൻ്റെ ഏപ്പിളകി കാണുമെന്ന് കരുതാം. അവളെ ഊറ്റുകുഴിയിലേക്ക് ചെന്നിട്ട് കോരിക്കൊണ്ട് വരുന്നത് ആടിന് കുടിക്കാൻ കൊടുക്കാനല്ല. ഇത് മരുഭൂമിയിലെ കപ്പലാണ് ഇത് വന്ന് നിൽക്കുന്നത്. കോരി നിറച്ചാലൊന്നും എളുപ്പത്തിൽ തീരത്തില്ല. ഞാൻ അതിൻ്റെ കണക്കെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. ഒരു ഒട്ടകത്തിൻ്റെ വയറ്റിൽ കൊള്ളുന്ന വെള്ളം ഇതെല്ലാം കൂടെ കോരി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ആ വെള്ളം കോരി വന്നപ്പോൾ എലയാസന് ഒരു കാര്യം മനസ്സിലായി. ഇവളെ കൊണ്ടുപോയ വെള്ളം കുടിച്ച് ചാകാം. അല്ലേ? എനിക്കും വെള്ളം കിട്ടും, പിന്നെ ആർക്കും കിട്ടും? യജമാനനും കിട്ടും, പിന്നെ അബ്രഹാമിനും കിട്ടും. വീട്ടിലുള്ളവർ വെള്ളം കുടിക്കും. മോളെ, ആ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് തനിക്കെടുത്ത എന്നാ കുഴപ്പം എന്ന് പറയില്ല. മനസ്സിലായോ? മിടുക്കിയാണെന്ന് അവനെ മനസ്സിലായി. പോട്ടെ, ഞാൻ സമയം പാലിക്കണമല്ലോ, കിടക്കുക താഴോട്ട്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അവനൊരു കാര്യം തീരുമാനിച്ചു. ഇതാണ് എൻ്റെ യജമാനന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പെൺകുട്ടി. 5ാമത് ഒരു അടയാളം കൂടി പറഞ്ഞങ്ങ് നിൽക്കാം. ഇസ്രായേൽ മരുഭൂമിയിൽ ഇങ്ങനെ താവളം അടിച്ച് കിടക്കുമ്പോൾ അടുത്ത പാളയത്തിലേക്ക് പോകാൻ അവർക്കൊരു സിഗ്നലുണ്ട്.
ഒരുപക്ഷെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു താവളം മേടിച്ചിട്ട് ഇപ്പോൾ 6 മാസമായി. 6 മാസമോ 1 വർഷമോ അത് വിഷയമല്ല. താവളം മേടിച്ച് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം 40 വർഷം കൊണ്ട് ഏതാണ്ട് 42 സ്ഥലങ്ങളിൽ ഇവർ മാറി മാറി പാളയം മേടിച്ചു. അപ്പോൾ ഒരു സ്ഥലത്ത് പാളയം മേടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള സിമ്പിൾ എന്ന് പറഞ്ഞാൽ മോശ പറഞ്ഞാലൊന്നും പോകാൻ പറ്റത്തില്ല, അഹരോൻ പറഞ്ഞാലും പോകാൻ പറ്റത്തില്ല. അതിന് വേറെ ഒന്നുമില്ല. ആ സമാഗമന കൂടാരത്തെ തൊട്ടുരുമി നിൽക്കുന്ന, ആകാശത്തൊന്നും ഇറങ്ങി നിൽക്കുന്ന ഷഹീന മേഘം എന്ത് ചെയ്യണം? പൊങ്ങണം. പൊങ്ങുമ്പോൾ ഇസ്രായേൽ പാളയത്തിൽ എങ്ങൊരു ആരവാരം, അതെ നമ്മുടെ യാത്ര അടുത്ത പാളയത്തിലേക്ക് പുറപ്പെടാൻ സമയമായി. അങ്ങനെ മേഘം നോക്കി അവർ പോകും. എവിടെ മേഘം നിൽക്കുമോ അവർ അവിടെ നിൽക്കണം. മേഘസ്തംഭം അവരെ വഴി നടത്തി വന്നു. ഇങ്ങനെ മനോഹരമായ അന്ന് ഇതൊക്കെ കാണാൻ കേൾക്കാൻ ചെവിയും കണ്ണും ഉണ്ടെങ്കിൽ ദൈവഹിതം മനസ്സിലാക്കാമായിരുന്നു, വേറെ കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ അവർ ദൈവഹിതം മനസ്സിലാക്കി യാത്ര ചെയ്തു അക്കരെ നാട്ടിലെത്തുവാനിടയായി. ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നാളെ രാത്രിയിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് ദൈവഹിതത്തിൻ്റെ മറ്റൊരു മണ്ഡലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കേട്ടതിലുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ദൈവാത്മാവിനാൽ വെളിപ്പെടുത്തി തരുവാൻ പ്രാർത്ഥനയോടെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദാസനെ കർത്താവ് ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ലളിതമായി അറിയിപ്പാൻ ദൈവം തങ്ങൾക്ക് കൃപ നൽകി. പ്രിയ കർത്തദാസനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ പുസ്തകം പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇത്രത്തോളം സന്തോഷത്തോടുകൂടെ കൂടി വന്ന് അവിടുത്തെ വചനം കേൾക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തല്ലോ, അതിനായിട്ട് സ്തോത്രം. ഇന്ന് പകലിൽ ബൈബിൾ ക്ലാസ്സിലൂടെയും അവിടുത്തെ ദാസനിൽ കൂടെ ഞങ്ങൾക്ക് നൽകിയ ആത്മീയ ഭക്ഷണത്തിനായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം. ഈ രാത്രിയിലും സമൃദ്ധിയായി ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകിയല്ലോ, അതിനായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ഞങ്ങൾക്ക് അവിടുന്ന് ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവവചനം വിവരിച്ച് നൽകുവാൻ ഞങ്ങൾക്ക് നൽകിയല്ലോ, അതിനായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ ജനം ദൈവഹിതം അറിഞ്ഞ് ദൈവത്തിനായിട്ട് കർത്താവെ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും ഈ നാളുകളിൽ ഈ ദിവസങ്ങളിലെ യോഗങ്ങളിലൂടെ അവിടുന്ന് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ ആനുകൂല്യങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. ഈ പ്രദേശങ്ങളിൽ സുവിശേഷകന്മാർ ഒരുമിച്ച് ചെയ്യുന്ന ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ. കൂടുതലായിട്ട് അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിപ്പാൻ അവരുടെ കരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. സർവ്വമഹത്വവും അങ്ങയുടെ പാദത്തിലടികൾ അർപ്പിക്കുന്നു. എല്ലാ അടികൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നാം എല്ലാവരോടും വചനം സംസാരിച്ച അവിടുത്തെ ദാസനോടും ഇന്ന് കൂടി വന്ന എല്ലാ ദൈവമക്കളോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോട് കൂടെയും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.